ഇതെല്ലാം അഭിമുഖ പരിപാടിയിലേക്ക് എല്ലാ വാണിജ്യക്കാർക്കും ഹൃദയംഗമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രമുഖ വ്യവസായിയും TC1 പ്രോപ്പർട്ടീസ് ആൻഡ് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമയും നമ്മുടെ ബാണ്യക്കാരനുമായ TC അഹമ്മദ് സാറാണ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്തല്ല അമ്മൽക്ക എന്തല്ല ആ പേരാണ് ഏറ്റവും ആകർഷണീയം. എന്തെല്ലാം വളരെ സിമ്പിൾ. അഹമ്മദ്, നമ്മൾ കുറച്ച് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പേ അഹമ്മദ് എന്റെ ജീവിതത്തില് ഏറ്റവും അധികം ഒരു സ്വാധീനം ചെലുത്തിയ ഒരാളുണ്ടാവില്ലേ? ആരാ അത്? അത് തീർച്ചയായിട്ടും എൻ്റെ ഉമ്മയാണ്. ഉമ്മയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി. ഉമ്മ വാണിമേൽക്കാരിയാണ്, പിന്നെ വാഴയിലാണ് എൻ്റെ ഉമ്മ. അവരായിരുന്നു എന്നെ പഠിക്കുന്ന കാര്യത്തിലും. അതായത് ഞാൻ രാത്രി 2 മണി വരെയൊക്കെ പഠിക്കാനിരുന്നാൽ ആ 2 മണി വരെയും ഉമ്മയുണ്ടാകും കൂടെ. എന്തെങ്കിലും കട്ടൻ ചായയോ ചൂടുവെള്ളമോ എന്തൊക്കെ വേണം നോക്കിയിട്ടും നമ്മളെ കൂടെ തന്നെ. പഠിച്ചില്ലെങ്കിലും ബുക്ക് പഠിച്ചില്ലെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഉമ്മ കൂടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആ വ്യക്തിയാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത എന്നെ സ്വാധീനിച്ച വ്യക്തി. നമ്മൾക്ക് എന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ ഏത് രീതിയിലായിരുന്നു? നമ്മൾക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാലം മുതലേ തന്നെ. ആ സ്വപ്നങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണെന്ന് തോന്നിയിരുന്നു അന്ന് കുട്ടിക്കാലത്ത്? അങ്ങനെ തോന്നിയില്ല. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ 9 പേരുണ്ടായിരുന്നു. അതിൽ 5 ആണും 4 പെണ്ണും. അതിൽ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആൾ ഞാനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്വവും എനിക്കായിരുന്നു. എന്തെങ്കിലും ഇല്ലെങ്കിൽ ഉപ്പാനെ സഹായിക്കേണ്ട കാര്യം, ബാധ്യത, വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യത്തെ മൂത്ത കുട്ടി എന്നുള്ള ബാധ്യത, അങ്ങനെ എനിക്ക് ബാധ്യത കൂടുതലായിരുന്നു. പക്ഷേ അതുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങൾ പിന്നെ കുറക്കണം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി കുറക്കണം എന്ന് തോന്നിയിട്ടില്ല. കാരണം അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ മാറ്റാതെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി വിശാലമാക്കിയാൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾക്ക് എന്റെ ജീവിതത്തിലെ ആദ്യ കാല ജീവിതത്തിലെ ഒരു വില്ലനായിരുന്നു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്നൊരു ടൈഫോയിഡ്. അന്ന് സ്കൂളിൽ പോവാൻ കഴിയാത്തത് കൊണ്ട് ഹാജർ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊക്കെ അന്ന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അപ്പൊ ഒരു വർഷം പോകുന്ന ഒരു സാഹചര്യം വന്നു. അപ്പൊ അതിനെ എങ്ങനെയാണ് അഹമ്മദ് അന്ന് മറികടന്നത്? ആക്ച്വലി എനിക്ക് പരീക്ഷ എഴുതുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് അവർ വിത്തള്ളി ചെയ്തു. റിസൾട്ട് പബ്ലിഷ് ചെയ്തില്ല. ഞാൻ ജയിച്ചോ തോറ്റോ എന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പ്ലസ് 7th കഴിഞ്ഞതിന് ശേഷം. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് 8ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ നീണ്ടുപോയി. അഡ്മിഷൻ കിട്ടാൻ കുറച്ച് വൈകി. പിന്നെ ക്രമേണ അതിന് അഡ്മിഷൻ്റെ പീരീഡും കഴിഞ്ഞു പോയി. പക്ഷെ അത് മറികടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അതിനെപ്പറ്റി പലരോടും അന്വേഷിച്ചു. പല ഹെഡ്മാഷ്മാരെയും പഴയ ഹെഡ്മാഷ്മാരെയും പലരെയും പോയി കണ്ടപ്പോൾ അവർ കിട്ടിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ആ പീരീഡിൽ, അതായത് അബ്സെൻ്റായ പീരീഡിൽ ഞാൻ രോഗിയായിരുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും നല്ല ഡോക്ടർ ഫിസിഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ അത് മതിയാവുന്ന വിവരം കിട്ടിയപ്പോൾ അതുമായിട്ട് ഞാൻ വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് പക്ഷേ അഡ്മിഷൻ്റെ പീരീഡ് ടൈം കഴിഞ്ഞു പോയി. അതുകൊണ്ട് പിന്നെ ഞാനത് പിറ്റേത്തെ കൊല്ലത്തേക്ക് മാത്രമേ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നിലയിലെത്തിയപ്പോൾ അതിനെ മറികടക്കാൻ ഞാൻ വീണ്ടും കലാച്ചിയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ സീനിയറാണ്, കുഞ്ഞാലി മാഷ പോലെയുള്ള പ്രമുഖരായ പഴയ അധ്യാപകരെ പോയി കണ്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിങ്ങൾ പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ 8ാം ക്ലാസ്സിലേക്ക്, അവിടെ ഈ സ്കൂൾ ഗോയിങ് ബാച്ച് ഉണ്ടാവും, അപ്പോൾ അവരെ കൂടെ നിങ്ങളെയും കൂടി എടുത്തിട്ട് ഞങ്ങൾ 8, 9, 10 വരെ പഠിപ്പിക്കാമെന്ന്. അതൊരു ഓപ്ഷനായിരുന്നു. മറ്റൊരു ഓപ്ഷൻ പിറ്റേത്തെ കൊല്ലം ക്രസൻറ്റിൽ 8ാം ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിൽ ചേർന്നിട്ട് ഒരു കൊല്ലം വേണ്ടാന്ന് വെച്ചിട്ട് അടുത്ത കൊല്ലം ക്രസൻറ്റിൽ ചേരാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോയി. കാരണം എനിക്കാണെങ്കിൽ പഠിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം. കാരണം ഞാൻ എൻ്റെ പാഷനാണ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കൊല്ലം വെറുതെ നിൽക്കുക എന്നുള്ളത് എനിക്ക് ഓർക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് പോയി പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളുടെ കല്ലാച്ചിയിലുള്ള
UTC എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടി ഞാൻ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പിന്നെ 10ാം ക്ലാസ്സിൽ പബ്ലിക് എക്സാം നേരിട്ട് ഹാജരായി. ദൈവസഹായം കൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് പിന്നെ നല്ല ഒരു മാർക്ക് കിട്ടുകയും ചെയ്തു. ഒരു ഏകദേശം ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അന്ന് ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ അത്ഭുതങ്ങളാണ്. അതെ. ജസ്റ്റ് പാസിൻ്റെ കാലമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഫസ്റ്റ് ക്ലാസ് 360 മാർക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടും. 358 ആയപ്പോൾ 2 മാർക്കിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ക്ലാസ് ഞാനും തമ്മിൽ. അങ്ങനെ വളരെ സന്തോഷമായി. അങ്ങനെയാണ് അത് മറികടന്നത്. അഹമ്മദ്ക്ക ആദ്യം കിട്ടിയ ജോലി അധ്യാപകന്റേതായിരുന്നു, അതെ അതും PSC വഴി. അപ്പം അതെ ആ ജോലി കിട്ടിയിട്ട് അതിന്റെ കൂടെ തന്നെ അഹമ്മദ്ക്ക കുട്ടികളെ പഠിപ്പിക്കുകയും അതിന്റെ കൂടെ തന്നെ പഠിക്കുകയും ചെയ്തു. അതെ. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? അഹമ്മദ്ക്ക അധ്യാപകനായിട്ട് അതെ അതെ. ആണ് ആദ്യം ജോലിക്ക് കയറിയത് PSCയില്. അപ്പൊ ആ സമയത്ത് തന്നെ അഹമ്മദ്ക്ക പഠിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? അതെ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അധ്യാപനം അതേപോലെ പഠിപ്പും. പഠിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു പാഷനാണ് പഠിക്കുക എന്നുള്ളത്. ഏത് സമയത്തും പഠിക്കുക. ഞാൻ റിട്ടയർ ആയതിനു ശേഷം, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നത് 45 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ MBA ഒക്കെ പൂർത്തിയാക്കിയത്. അപ്പോൾ പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര താല്പര്യമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠനത്തിൻ്റെ കൂടെ ജോലിയുടെ കൂടെ പഠനം കൊണ്ടുപോകുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് ഭാരമൊന്നും തോന്നില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ കാര്യം ചെയ്യാൻ നമുക്ക് എപ്പോഴും സമയം കണ്ടെത്തുന്നു. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണല്ലോ. ഇപ്പോൾ ചോദ്യകർത്താവിനെ ആലോചിച്ച് നോക്കിയാൽ ഞാനീ ഉം. പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവും. നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് നമ്മുടെ കൂടെ വേറെ എന്തെങ്കിലും കാര്യത്തിൻ്റെ കൂടെ പിന്നെ കൂട്ടിക്കുഴച്ച് അല്ലെങ്കിൽ ഒന്നിച്ച് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും നമുക്ക് തോന്നുന്നില്ല. മടിയാകുമ്പോൾ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് ആകുമ്പോഴാണ് ഈ ഉം. പ്രശ്നങ്ങളൊക്കെ ഉം. വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജോലി കിട്ടിയിട്ടും PSC ജോലി കിട്ടിയത് ശരിയാണ്. എനിക്ക് ആദ്യം കിട്ടിയത് ഗവൺമെൻറ് തലത്തിൽ PSC അപ്പോയിൻ്റ് ചെയ്ത ജോലി ഇതാണ്. GHS പരപ്പ എന്ന സ്ഥാപനത്തിലാണ് എനിക്ക് ഇത് ഉം. കിട്ടുന്നത്. കാസർഗോഡ് അല്ലേ? കാസർഗോഡ് ജില്ലയാണ് അന്ന്. കാസർഗോഡ് ജില്ലയാണ്. തുടക്കത്തിൽ അത് കണ്ണൂർ ജില്ലയാണെന്നും തോന്നുന്നു. പിന്നെ അത് കാസർഗോഡ് ജില്ലയായിട്ട് വിഭജനം നടന്നപ്പോൾ കാസർഗോഡ് ജില്ലയായിട്ട് മാറി. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ ഫസ്റ്റിൽ അപ്പോയിൻറ്റഡ് ആയത്. ഈ നിർണായകമായ സമയത്ത് എടുക്കുന്ന ചില തീരുമാനങ്ങൾ അഹമ്മദ്ക്കയുടെ ജീവിതത്തിൽ ഉടനീളം അതുപോലുള്ള ചില നിർണായകമായിട്ടുള്ള ചില ഡിസിഷൻസ് ഉണ്ട്. അതെ ഇപ്പം ഗവൺമെന്റ് ജോലിയാണ്, അധ്യാപകനാണ്. ആ രീതിയിൽ നിൽക്കുമ്പോഴാണ് സൗദിയിൽ ഒരു സെയിൽസ്മാന്റെ ജോലി കിട്ടിയിട്ട് അഹമ്മദ്ക്ക ഗവൺമെന്റ് ജോലി വിട്ട് PSC വിട്ട് അധ്യാപനം വിട്ടിട്ട് നേരെ സൗദിയിലേക്ക് പോകുന്നത്. ഒട്ടും എളുപ്പമല്ലല്ലോ അത്. എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ആ തീരുമാനത്തിൽ എത്തിയത് ശരിയാണ്. ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ ഞാനും വിചാരിക്കുന്നു അത് ഭയങ്കര ഒരു റിസ്ക് ആയിരുന്നു ഞാൻ എടുത്തതെന്ന്. പക്ഷേ അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി പോകുന്നതായിരിക്കും നല്ലതെന്ന്. കാരണം ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ അധ്യാപകന് കിട്ടുന്ന റെമ്യൂണറേഷൻ വളരെ തുച്ഛമാണ്. ഇന്ന് വളരെ മെച്ചാണ്. അന്നൊക്കെ ചെറിയ എമൗണ്ട് ആണല്ലോ സാലറി ആയിട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു എമൗണ്ട് കൊണ്ട് അല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെ വളർന്നതെന്ന് വിചാരിക്കണ്ട. സമ്പത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തു എന്നല്ല, ആ ഉദ്ദേശത്തിലല്ല. അതും നോക്കണമല്ലോ. നമുക്ക് സാമ്പത്തികമായ മെച്ചം കിട്ടണമെങ്കിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളൊരു ആശയക്കാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ജോലി തൽക്കാലം പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് സൗദി അറേബ്യയിൽ, അതും ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനമാണ്. ഒറ്റക്ക് തന്നെ ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ മംഗലാപുരത്ത് എൻ്റെ ജോലി മംഗലാപുരം, അതായത് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ മംഗലാപുരം അടുത്താണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ബസ്സിൽ കയറി നേരെ, ആരും പ്രത്യേകിച്ച് സഹായിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നേരിട്ട് മംഗലാപുരത്ത് പോയി. അവിടുന്ന് ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ നിന്ന് നമ്മുടെ നാട്ടുകാരനായ അന്ന് എനിക്ക് തോന്നുന്നു അവിടെ ബോംബെയിലുള്ള വാണിമേൽക്കാരൻ അറിയപ്പെടുന്ന ഒരാളായിരുന്നു സുലൈമാൻ ഹാജി. ഇന്ന് അദ്ദേഹം എന്താ ബിസിനസ് എന്ന് എനിക്കറിയില്ല. സുലൈമാൻ ഹാജിയെ അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അത് വേറെ വലിയ സ്റ്റോറിയാണ്. എൻ്റെ പിന്നെ ഫേസ്ബുക്കിൽ ഞാനൊരു ലൈഫ് സ്റ്റോറി ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈ സംഭവം. അതുകൊണ്ട് പറയുമ്പോൾ തെറ്റിപ്പോയാൽ ആൾക്കാരൊക്കെ പറയും നിങ്ങൾ അങ്ങനെയല്ലല്ലോ മുമ്പ് പറഞ്ഞത്. അതുകൊണ്ട് പേടിയാണ് ആ വിഷയത്തിലേക്ക് പറയും. അപ്പം അങ്ങനെയാണ് ഞാൻ ബോംബെയിലേക്ക് പോയതും. ബോംബെയിലെത്തിയപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാകാനുള്ള അവസരം കിട്ടി. അത് ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്സായെന്ന് പറഞ്ഞപ്പോൾ ജോലി സ്വീകരിച്ച് പോകാം, സൗദി അറേബ്യയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു.
അപ്പം റിസ്ക് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഞാനൊരു സൗദി അറേബ്യയിൽ പോയിട്ട് ഒരു 10 കൊല്ലം വർക്ക് ചെയ്യുന്നതും പിന്നെ ലൈഫ് ലോങ് ഞാൻ അധ്യാപകനായി വർക്ക് ചെയ്യുന്നതായിട്ട് താരതമ്യപ്പെടുത്തിയാൽ എനിക്ക് സാമ്പത്തിക ലാഭവും സാറ്റിസ്ഫാക്ഷനും ചിലപ്പം സൗദി അറേബ്യയിലേക്ക് പോകുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ആ ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. സൗദിന്ന് പിന്നെ നേരെ സൗദിയിൽ 10-11 വർഷം നിന്നിട്ട് പിന്നെ അവിടുന്ന് നേരെ കുവൈറ്റിലേക്കാണ് പോയത്. ഒരു സ്ഥാപനത്തിൽ ഒരു സെയിൽസ് അല്ലേ, അതെ സെയിൽസിന്റെ ഒരു ഹെഡായിട്ടൊക്കെ. പക്ഷെ അതെ അവിടെ നോർമലി നമ്മള് എന്താ പറയാ, വേറൊരാളാണെങ്കിൽ നല്ലൊരു ജോലി, എന്താ പറയാ, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യം, നമ്മൾ അതിലങ്ങ് മുഴുകുക ചെയ്യുക. പക്ഷെ അഹമ്മദ് ആ സമയത്തും പഠിക്കുന്ന കാര്യങ്ങളാണ് ആലോചിച്ചത്. അതിന്റെ ഇടയിൽ കൂടി ബിസിനസ് പഠിക്കാനും ഒക്കെയാണ്. ഈ ഒരു ബിസിനസ് പഠിക്കണം എന്നുള്ളൊരു തീരുമാനം അത് അഹമ്മദ് ഖാന്റെ അകത്ത് ഉള്ള ഒരു ബിസിനസ്സുകാരനാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മുകളിലായിരുന്നോ? അതെ അതെ തീർച്ചയായിട്ടും. ഒന്ന്, ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് പോയത് പിന്നെ ഞാനൊരു പ്രൊമോഷൻ എന്നുള്ളതിലേക്ക് പോയതാണ്. അതേ കമ്പനിയുടെ ഉം, കുവൈത്തിൻ്റെ ഹെഡായിരുന്നു ഞാൻ. കുവൈത്ത് ബ്രാഞ്ച് ഹെഡായിരുന്നു. BH എന്ന് പറയും, ബ്രാഞ്ച് ഹെഡ്. ഉം, ആ ഉം, ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയുന്ന ആൾക്കാരാണ് എനിക്ക് ഈ ജോലി എന്നെ ഇങ്ങോട്ടേക്ക് പ്രൊമോട്ട് ചെയ്ത് വിട്ടതാണ്. ഉം, അപ്പം അത് കുറച്ചുകൂടി എനിക്ക് സേഫാണ്. കാരണം ഉം, പുതിയ ഇന്റർവ്യൂവിനൊന്നും പങ്കെടുക്കണ്ട. ആ ഉം, അതൊരു യൂറോപ്യൻ കമ്പനിയായിരുന്നു, ഒരു ഉം, സ്വിസ് കമ്പനിയായിരുന്നു. സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു പിന്നെ GK എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹമാണ് ഇന്റർവ്യൂ ഒക്കെ നടത്തിയത്. ഉം, ഉം, അപ്പോൾ ഇന്റർവ്യൂ നടത്തിയ മീൻസ് എന്നെ നേരിട്ട് ചോദിക്കുകയും സെലക്റ്റഡ് ആക്കുകയും ചെയ്ത അദ്ദേഹമാണ്. പിന്നെ പൊതുവേ യൂറോപ്യൻസിൽ കുറച്ചുകൂടി നല്ല നന്നായി പെരുമാറുന്ന ആളുകളാണ് ഈ സ്വിറ്റ്സർലാൻഡുകാർ. അത്ര ഉം, ഉം, UK-കാരെ പോലെ അത്ര ഉം, ഹാർഡല്ല അവരെ ഹാൻഡിൽ ചെയ്യാൻ. ഉം, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് അനുസരിച്ചാണ് ഞാൻ കുവൈത്തിൽ പോവുകയും അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തത്. അവിടെ പോയപ്പോൾ എനിക്ക് പിന്നെ കൂടുതൽ പിന്നെ അവസരങ്ങൾ കിട്ടി. പിന്നെ ഞാൻ പരിചയപ്പെടുന്ന സൗദിയിലുണ്ടായപ്പോൾ ഞാനൊരു സെയിൽസ്മാൻ ആയിരുന്നു. അതേ സമയത്ത് ഉം, കുവൈത്തിലെത്തിയപ്പോൾ ഞാനൊരു ബ്രാഞ്ച് ഹെഡാണ്. ഒരു ബ്രാഞ്ചിൻ്റെ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് കൂടുതലായിരിക്കും. അത് ഉം, നമുക്ക് സാലറിയും കൂടും, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റും കൂടും, അതുപോലെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കൂടും. എവിടെ ചെന്നാലും ഒരു വലിയ കമ്പനിയുടെ ബ്രാഞ്ച് ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം അവിടെ ഉദാഹരണത്തിന് നമ്മുടെ മിനിസ്റ്റർ അല്ല, മറ്റേ ഈ അംബാസഡറൊക്കെ വരുമ്പോൾ അവർ വിളിച്ചു കൂട്ടുന്ന മീറ്റിങ്ങിലൊക്കെ നമുക്കൊരു സീറ്റ് കിട്ടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഉം, ബ്രാഞ്ച് ഉം. ഹെഡ് എന്നുള്ള ആൾക്ക്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വലിയ എന്നും ഓർമ്മിക്കുന്ന അനുഭവങ്ങളാണ്. ഈ അത് കഴിഞ്ഞിട്ട് കുവൈറ്റിന്ന് പിന്നെ അവിടെ കുറച്ചു കാലം നിന്നതിന് ശേഷം പിന്നെ നാട്ടിലേക്ക് വരികയായിരുന്നു ചെയ്തത്. അതെ, അപ്പൊ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ആദ്യകാലത്ത് ചെയ്ത ബിസിനസ്സുകൾ എന്തൊക്കെയാണ്? ആക്ച്വലി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് പിന്നെ ആ സമയമാകുമ്പോഴേക്ക് ഇവിടെ പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബിസിനസ്സൊക്കെ കുറച്ച് ഡൗൺ ആയ ഒരു സമയമായിരുന്നു. അതുപോലെ എൻ്റെ ഫാമിലിയെ ഞാൻ നാട്ടിലേക്ക് നിർത്തേണ്ട ഒരു അവസ്ഥയിലെത്തി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് കൂടെ അവിടെ നിൽക്കാൻ അവിടെ കുവൈത്തിലൊക്കെ സ്കൂളിങ് +2 വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉം, ഒന്നുകിൽ നാട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും കുട്ടികളെ പറഞ്ഞേക്കണം. അപ്പോൾ എനിക്ക് യൂറോപ്യൻ സെക്ടറിലേക്ക് വിടാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ നാട്ടിലെവിടെയെങ്കിലും ജോയിൻ ചെയ്യിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടിലുള്ള ഒരു നല്ല സ്കൂളിൽ മകനെ മകനായിരുന്നു അന്ന് മൂത്തത്, മകനെ ചേർത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും മകനെ സപ്പോർട്ട് ചെയ്യാൻ ഫാമിലിക്ക്, മകൾക്കും വൈഫിനും മോളും കൂടിയുള്ള ഫാമിലിക്ക് നിൽക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ അവരെ ഞാൻ നാട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്യിച്ചു. അപ്പോൾ നാട്ടിലെത്തിയപ്പോൾ പിന്നെ എൻ്റെ കുവൈത്തിലുള്ള ബിസിനസ്സിനെ ബാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ നാട്ടിൽ തന്നെ ഉം, ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ള ആൾക്കാണ് നാട്ടിൽ നിറമാല ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടെക്സ്റ്റൈൽസ് കല്ലാച്ചി തുടങ്ങി. ഇപ്പം ആർക്കെങ്കിലും ഉം, ഈ കൂട്ടത്തിൽ ആർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. അതൊരു ഉം, അതൊരു നല്ല തീരുമാനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ഉം, പീരീഡിൽ 5 കൊല്ലത്തോളം ഞാനത് നടത്തിയിട്ട് പിന്നെ അതിന് ശേഷം സ്റ്റോറി മാറിയിട്ടുണ്ട്. ഉം. എന്നാലും ചേഞ്ചസ് ഇങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്, പലവിധ ചേഞ്ചസ്. പക്ഷെ എപ്പോഴും നമ്മൾ ബെറ്റർമെന്റിന് വേണ്ടിയുള്ള ചേഞ്ചസ് ആയിരുന്നു ചെയ്തത് എന്നുള്ളതാണ് എനിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ. ഈ ബിസിനസ് എന്ന് പറയുമ്പം അതിങ്ങനെ ഭയങ്കര വിജയങ്ങളുടെ മാത്രം ഒരു സ്റ്റോറി അല്ല. അതിൽ ഒരുപാട് പരാജയങ്ങള്, സെറ്റ് ബാക്സ് ഉണ്ടാവും. അപ്പം
അഹമ്മദ് ഖയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അതുപോലെയുള്ള ഫെയിലിയർ എന്ന് തോന്നാവുന്ന, സെറ്റ് ബാക്ക് എന്ന് തോന്നാവുന്ന അവസരങ്ങളെ അഹമ്മദ് ഖ ഏത് രീതിയിലാണ് മറികടന്നത്, ഓവർകം ചെയ്തത്? നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഓവർകം ചെയ്തത്. കാരണം നമുക്ക് വരുന്ന നഷ്ടം വേറെ ആരും വഹിക്കൂലല്ലോ. അപ്പോൾ ഉം. എനിക്കുണ്ടായ നഷ്ടം ഞാൻ തന്നെ സഹിച്ചുകൊണ്ട് പിന്നെ വേറൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. അതിന് പകരം ആ നഷ്ടപ്പെട്ട സംഖ്യ അല്ലെങ്കിൽ എമൗണ്ട് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തി. എന്നല്ലാതെ നമുക്കുണ്ടായ നഷ്ടങ്ങൾ മുഴുവനായിട്ടും ആർക്കും ഏൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അതൊരു വസ്തുതയാണ്. പിന്നെ നിരാശ തോന്നിയോ ആ സമയത്ത്, ഇനി എന്ത് ചെയ്യും എന്നുള്ള? ഒരു കാരണം ആ സമയത്ത് ഞാൻ വന്ന സമയത്താണ് ഇറാഖ് യുദ്ധം നടന്നത്. സോറി, കുവൈറ്റ് യുദ്ധം നടന്നത്. ഈ ഉം. കുവൈറ്റ് യുദ്ധം നടന്നപ്പോൾ മൊത്തത്തിൽ ഗൾഫിനെ വല്ലാതെ ബാധിച്ചു. ആരും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അങ്ങനെ ഒരു ചെയ്യാത്തൊരു സമയമായി മാറി. ഇപ്പോൾ ആരുടെ കയ്യിലും ഫണ്ടില്ല, ഉള്ളവർ തന്നെ ഫണ്ട് ഇറക്കുന്നില്ല. അങ്ങനെയൊരു ഉം. അവസരത്തിൽ ബിസിനസ്സിനൊക്കെ വളരെ ഒരു മാന്ദ്യം സംഭവിച്ചു. അപ്പോൾ ആ മാന്ദ്യ സമയത്ത് നമുക്ക് ബിസിനസ് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസം. അത് നമ്മുടെ ബിസിനസ്സിനെയും ബാധിച്ചിട്ടുണ്ട്. അതും നമ്മുടെ നഷ്ടങ്ങളിൽ പലതിൽ ഒന്നാണ്. ഉം. അപ്പം ഇത് കഴിഞ്ഞിട്ടല്ലേ TC1 എന്ന് പറയുന്ന അഹമ്മദ് ഖയുടെ സ്വന്തം സ്ഥാപനത്തിലേക്ക് വരുന്നേ? അതെ. അപ്പം അന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ്? അതുപോലെ തന്നെ ആ സമയത്ത് മുമ്പിൽ വന്ന, സ്വാഭാവികമായിട്ടും വരാവുന്ന കുറെ പ്രശ്നങ്ങളും ക്രൈസിസ് ഒക്കെ ഉണ്ടാവും. അതിനെ ഏത് തരത്തിലാണ് അഹമ്മദ് ഖ മുമ്പോട്ട് പോയത് അതിന്ന്? ഞാൻ കുവൈത്തിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ, അതായത് കോഴിക്കോടായിരുന്നു എൻ്റെ ഫോക്കസ്. കോഴിക്കോട് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യമേ മനസ്സിൽ. കോഴിക്കോട് അല്ലെങ്കിൽ പിന്നെ ഞാൻ കണ്ടത് ബാംഗ്ലൂരാണ്. ഇപ്പം ബാംഗ്ലൂരും കോഴിക്കോടും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് സെറ്റിൽ ആവണം എന്നുള്ള അതിയായ ഉം. ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഞാൻ കുറേ ചെറിയ സ്ഥലങ്ങൾ മേടിച്ചിരുന്നു. ഒരു 3-4 സ്ഥലങ്ങൾ മേടിച്ചിരുന്നു, ചെറിയ പ്രോപ്പർട്ടി. അപ്പോൾ അത് കയ്യിലുള്ള ഒരു മൂലധനം എന്നുള്ള നിലക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ബിൽഡിംഗ് ആക്കി മാറ്റണം. ഇതിപ്പോൾ ഒരു ലാൻഡ് മാത്രമേ കയ്യിലുള്ളൂ. അതിന് മുമ്പ് കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ മുമ്പ്? ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത കമ്പനി തന്നെ കോൾഡ് സ്റ്റോറേജ് ആണ് കമ്പനി എങ്കിലും, ഒരു കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ സിവിൽ വർക്കാണ് ഒരു ഏകദേശം ഒരു 60% സിവിൽ വർക്കായിരിക്കും. അപ്പോൾ അതും ഞങ്ങളെ ഇപ്പോഴത്തെ വർക്കും ഏകദേശം മാച്ച് ആവുന്നുണ്ട്. സിവിൽ ബേസ്മെന്റ് ഉണ്ടാക്കണം, വലിയ പിന്നെ സ്റ്റോറേജ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കണക്റ്റഡ് ആണ്, ഇന്റർ റിലേറ്റഡ് ആണ്. ഉം. അപ്പോൾ അത് എനിക്ക് ഒരുപാട് ലേബേഴ്സ് ഒക്കെ മാനേജ്മെന്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ ലേബേഴ്സിനെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളും മറ്റതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കോറിലേറ്റഡ് ആണ് സംഭവം. ഉം. ആ ഈ TC1 ഇപ്പം ഇത്രയും കാലം കൊണ്ടേ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, ഇപ്പം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനങ്ങളിൽ ഒന്നൊക്കെയാണ്. അപ്പം ഈ TC1 ചെയ്ത പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് പറയൂ? ആ ഞാൻ TC1 വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നുള്ള വാദം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഉം. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു 5 ടവർ, പിന്നെ ബിൽഡിംഗ് ടവറുകൾ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ശ്രദ്ധിക്കപ്പെടുന്ന. അത് പിന്നെ കോഴിക്കോട് തൊണ്ടയാട് ജംഗ്ഷനിൽ നിന്ന് പിന്നെ മലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ കാണാം TC1 പ്രോപ്പർട്ടീസ്, TC1 എന്നുള്ള ലോഗോ കാണാം. അവിടെ 23 നിലകളുള്ള 2 ടവറുണ്ട്, ട്വിൻ ടവർ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു 10 നിലയുള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് മാവൂർ റോഡിൽ കാണാം. കല്യാൺ സിൽക്കിനായിരുന്നു ഞങ്ങൾ ആദ്യം റിലീസ് ഔട്ട് ചെയ്തത്. അതും നമ്മുടേതാണ്. പിന്നെ ഉള്ളത് വലിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് ടവർ ഉണ്ട്. 8 നില, 8 അല്ല, 5 നിലയുള്ള ഒരു ഓഫീസ് ടവർ. അത് ഞങ്ങളെ ഓഫീസിനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലാണ്, ഒരു 4 സ്റ്റാർ ഹോട്ടൽ. അത് ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയം അത് ഈ എൻഡ് ഓഫ് ദിസ് മന്ത്, ഓഗസ്റ്റ് എൻഡോട് കൂടിയിട്ട് അതിൻ്റെ ഇനോഗ്രേഷൻ ഞങ്ങൾ മിനിസ്റ്ററായിട്ട് സംസാരിച്ചിരുന്നു. ഇനോഗ്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ലേറ്റസ്റ്റ് വരാൻ പോകുന്നത് ഈ പാംബ്രോ എന്ന പേരിലുള്ള ഒരു ഹോട്ടലിൻ്റെ ഇനോഗ്രേഷനാണ്. അതൊരു 42 റൂംസ് ഉള്ള ഒരു സ്റ്റാർ ഹോട്ടലാണ്. അതാണ് ഇപ്പോൾ ഫൈനലായിട്ട് വന്ന ഒരു പ്രൊജക്റ്റ്. ഈ സമയത്തിൽ അഹമ്മദ് ഖ യെസ് സർ.
ഈ സമയത്ത് അഹമ്മദ്ക്കൊക്കെ കുറെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവാർഡുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില സംഭവങ്ങളൊന്ന്. അതിലെനിക്ക് ഏറ്റവും ക്രെഡിബിൾ അവാർഡായിട്ട് തോന്നിയത് മാതൃഭൂമിയുടെ അവാർഡ് കിട്ടിയിരുന്നു. ഹൈറൈസ് ബിൽഡിങ്ങിൻ്റെ സെലക്ട് ചെയ്തതിൽ ഒരു അവാർഡ് മാതൃഭൂമി കിട്ടി. പിന്നെ എന്താണ് ബെസ്റ്റ് ഡിസൈൻ അപ്പാർട്ട്മെന്റ് എന്നുള്ള നിലക്കുള്ള ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട്. 2 അവാർഡ് മാതൃഭൂമി വന്നു. പിന്നെ കുറേ ഈ ഗൾഫ് റിലേറ്റഡ് അസോസിയേഷൻസ് ഉണ്ടല്ലോ, അവരുടെ ഒരു 3-4 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് പിന്നെ ബെസ്റ്റ് ന്യൂ ബിസിനസ് എന്നുള്ള പേരിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതും ഇവരാണ് തന്നത്, നമ്മുടെ കേരള ഗവർണർ കേരള ഉം, ഗവർണറാണ് അവാർഡ് തന്നത്. ഉം, ഉം, അതും വാലിഡാണ്. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ കീഴിലായിരുന്നു സെലക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയത്. ആ അവാർഡും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6ഓളം പ്രധാനപ്പെട്ട അവാർഡുകളും പിന്നെ ചെറിയ കുറേ അവാർഡുകളുണ്ട്. അത് പിന്നെ ഉം, ഈ ഉം, പറഞ്ഞ അസോസിയേഷനും മറ്റേ ഇവരൊക്കെ തരുന്ന അവാർഡുകളാണ്. അതുകൊണ്ട് ഉം, ഉം, ഉം. ഇതൊക്കെയാണ് അവാർഡുകൾ കിട്ടിയത്. ഈ അഹമ്മദൊക്കെ ബിസിനസ് ചെയ്ത് തുടങ്ങിയ കാലത്തുനിന്ന് ഇപ്പൊ 2025 വരുമ്പം അടിമുടി മാറ്റങ്ങളാണ്, ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇതിന് ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ, അഹമ്മദ് ഒബ്സർവ് ചെയ്ത മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കും. ഉം. അത് പറയാം. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നാട്ടിൽ പിന്നെ പണ്ടേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഒരു ബിസിനസ് നല്ല നിലയിൽ പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ബിസിനസ്സിന് എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ആളുകൾ കുറയും. അപ്പോൾ അന്നത്തെ മാറ്റം ഇന്നത്തെ മാറ്റം, ഇന്നിപ്പോൾ ആൾക്കാരോട് നമ്മളൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ട് ഞാൻ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞാൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ടാവും. അത് അതിന് 1-2 കാരണം എന്താ വെച്ചാൽ, ഒന്ന് അവർ കുറേയൊക്കെ മാർക്കറ്റിൽ നിന്ന് കേട്ടിട്ടൊക്കെ ക്രെഡിബിലിറ്റിയെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബിസിനസ് എല്ലാം ഇങ്ങനെ തന്നെയാണ്. അതായത് ഒരു സഹകരണ അടിസ്ഥാനത്തിലുള്ള ബിസിനസ്സിനാണ് സക്സസ് എന്നുള്ള നിലക്ക് ഞങ്ങളെ ഏരിയയിൽ കുറേ ഞങ്ങളെ പോലെയുള്ള വേറെയും കമ്പനികൾ ഈ ഇൻവെസ്റ്റേഴ്സിനോട് ഫണ്ട് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരെയും കൂടി പാർട്ണർ ആക്കിയിട്ട് അല്ലെങ്കിൽ അവരെയും കൂടിയും ഷെയർ ഹോൾഡർ ആക്കിയിട്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ഇൻട്രസ്റ്റ് ഇഷ്ടപ്പെടാത്ത ഇപ്പം ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ലോൺ എടുക്കാനും മറ്റൊന്നും വലിയ താല്പര്യമില്ലെങ്കിൽ പിന്നെ അടുത്ത ഏറ്റവും നല്ല ഓപ്ഷനാണ് ഷെയർ ഹോൾഡേഴ്സിനെ ക്ഷണിക്കുക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ പിന്നെ ബിൽഡിങ്ങുകൾ കെട്ടുക എന്നുള്ളത്. അത് രണ്ടും നിലക്കും നല്ലതാണ്. നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ നല്ല നിലയിൽ പോവാണ്. അതും ചെറിയ എന്തെങ്കിലും തകരാറുകൾ വരുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടി. കാരണം എനിക്കുണ്ടായിട്ടുണ്ട് അനുഭവം. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ആ വിഷയത്തിലേക്ക് വന്നു പോകുന്നത് അറിയാതെ. നമ്മുടെ കൊറോണ പീരീഡിലൊക്കെ ആൾക്കാർ വന്നിട്ട് പിന്നെ ഒരുപാട് വേണ്ടാത്ത കമൻസുകൾ എഴുതുകയും അറിയിക്കുകയും ഗ്രൂപ്പിലിടുകയും ചെയ്തിട്ട് നമുക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ അനുഭവമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ഷമയോടും പിന്നെ അതുപോലെ നല്ല രൂപത്തിലൊക്കെ സംസാരിച്ചിട്ടും പിന്നെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ടും കൺവിൻസിങ് ഈസ് ദ ബെസ്റ്റ് ഐഡിയ. എപ്പോൾ നമ്മളിങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്നാൽ കുറേ മെച്ചമുണ്ടാവും. അങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. നമ്മളെ നാട്ടിനെ കുറിച്ചുള്ള ഒരു പൊതുവെയുള്ള ഒരു സങ്കല്പം ഇവിടെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ്. അത് ഇഷ്ടംപോലെ ആളുകൾ നേരത്തെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദ്ക്ക ഒരുപാട് കാലം ഗൾഫിൽ ജീവിച്ച് അവിടെ ബിസിനസ് തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ പലതരം ബിസിനസ്സുകളിലൂടെ പോയ ഒരാളാണ്. ഈ നമ്മുടെ നാട് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആണോ? അങ്ങനെ ചോദിച്ചാൽ അല്ല. ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞൂടാ, പക്ഷേ ബെറ്റർ ആണ് പണ്ടത്തെക്കാളും. പണ്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ് ഇപ്പം ബിസിനസ് ചെയ്യാൻ. കാരണം ഇപ്പം പിന്നെ കുറച്ചുകൂടി ഗവൺമെൻറ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഒരു പോർട്ടലുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പോർട്ടലിൽ നമ്മൾ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്താൽ ഉടനെ ആക്ഷൻ വരും. അവർ ഉം, ഉം. ഉടനെ ആക്ഷൻ എടുത്തിട്ട് നമുക്ക് നമ്മളെ വിളിപ്പിക്കും. സത്യമാണെന്ന് തോന്നിയാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ മുമ്പേ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ അത് ഒരു പിന്നെ അതിനൊരു വ്യക്തമായിട്ട് എനിക്ക് പറയില്ല ഫ്രണ്ട്ലി ആണ്. കാരണം ഇപ്പോഴും എനിക്ക് പോലും
ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കോഴിക്കോട് ഇവിടെ സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് ആണ് എൻ്റെ ഓഫീസൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നിട്ട് പോലും കിട്ടാത്ത പേപ്പറുകളും അപ്രൂവൽസ് ഒക്കെ ഇപ്പോഴും അനുഭവത്തിലുണ്ട്. അപ്പോൾ ഉം, ഉം, അതുകൊണ്ട് ഉം. 100% അല്ലെങ്കിലും ബെറ്ററാണ്. തീരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. പിന്നെ നമ്മൾ കാണണം ഈ ബിസിനസ്സൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ഒരു ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ പണ്ടൊരാൾ പറഞ്ഞ പോലെ ഈ ഒരു കുതിര ഒരു എലി നരിപ്പുറത്ത് കയറിയ പോലെയാണ്. ഒരു നരിയുടെ പുറത്ത് ഒരാൾ കയറിയിരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നിങ്ങോട്ട് ചാടി പോരാൻ പ്രയാസമാണ്. കാരണം ചാടുമ്പോൾ നരി തിന്നും, നരി ഇവനെ കടിക്കും. അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ബിസിനസ്സും. നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റില്ല. ഊരിപ്പോരുമ്പോൾ വേറെ പല ബാധ്യതകളും നമ്മുടെ പെൻഡിങ്ങിൽ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ ആൻസർ പറയേണ്ടി വരും. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എളുപ്പമായ കാര്യമൊന്നുമല്ല. അതേസമയത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയൊന്നുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് ഇനി നമ്മുടെ അഹമ്മദ് യെസ് സാർ പറഞ്ഞോ. ഇല്ലില്ല, അഹമ്മദ് അത് കംപ്ലീറ്റ് ചെയ്തോ. ഞാൻ പറഞ്ഞത് ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. ബിസിനസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല പ്രോഫിറ്റബിൾ ആണ്. നമ്മുടെ അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. പിന്നെ സത്യസന്ധതയും വിശ്വാസ്യതയും നിലനിർത്തിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഏത് ബിസിനസ്സും ചെയ്താൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം ആൾക്കാർ നമ്മുടെ പിന്നെ വീഴ്ചകൾ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്കിതിൽ കുപ്രചരണങ്ങൾ നടത്തി ആ ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ കുറച്ച് പേര് വിചാരിച്ചാൽ മതി. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായ ഈ കാലഘട്ടത്തിൽ ഒരാളെ കുറ്റപ്പെടുത്തി അത് ഇല്ലാതാക്കാനൊക്കെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ അതുകൊണ്ട് കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദൈവസഹായം കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. മുമ്പിൽ ചെയ്യാൻ പോകുന്നത് വലിയൊരു ഹാർഡ് വർക്കാണെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഈ ഒരു സ്കൂൾ ജോലി ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് ഏതെങ്കിലും കമ്പനിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജോലി ചെയ്യുന്ന പോലെയോ എളുപ്പമായിരിക്കില്ല. അതിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അതേ സമയത്ത് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇത്രയാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അഹമ്മദ്ക്കയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ നിർമ്മാണ മേഖല എന്ന് പറയുന്നതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള നമുക്കൊക്കെ ഉണ്ടാവുന്ന ചില സംശയങ്ങള് അതൊക്കെയാണ് ഇനി ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. ഈ നമ്മുടെ ഒരു വീട് നിർമ്മാണം എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ജനറലി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വലിയ തരത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പം ആദ്യകാലത്ത് സിമന്റും ഈ മറ്റേ പൂഴി ഇതൊക്കെ ആയിട്ട് മാത്രം നമ്മൾ വീടുണ്ടാക്കിക്കൊണ്ടിരുന്ന ഇപ്പൊ ഒരുപാട് പുതിയ തരം മെറ്റീരിയൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള എന്നാൽ മറ്റേതിന്റെ അത്രയൊന്നും എക്സ്പെൻസീവ് അല്ലാത്ത ഒരുപാട് നല്ല മെറ്റീരിയൽസ്. അങ്ങനെ ഒരു വീടൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട 2-3 നല്ല മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊന്ന്. തീർച്ചയായിട്ടും നമ്മളിപ്പം മുമ്പൊക്കെ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ വീടിൻ്റെ പിന്നെ ചുറ്റു ചുമരുകളുണ്ടല്ലോ, ആ ചുമരുകളും അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടീഷൻ വാളൊക്കെ നമ്മൾ പിന്നെ കല്ല് കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടോ കെട്ടിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിനിപ്പോൾ ഒരുവിധം മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഇപ്പം ഇഷ്ടികയോ കല്ലോ ഉപയോഗിക്കുന്നതിന് പകരം പാർട്ടീഷൻ വാൾസ് എല്ലാം നമുക്ക് വേണമെങ്കിൽ ബോർഡുകൾ ഉപയോഗിച്ച് ചെയ്യാം. സിമെൻറ്റ് ബോർഡുകളുണ്ട്. അതുപോലെ പിന്നെ ഒരുപാട് പിന്നെ വാട്ടർ പ്രൂഫിങ് ഉള്ള ബോർഡുകളുണ്ട്, ബോർഡ്സൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ സ്പേസും കൂടുതൽ കിട്ടും. ഒരു 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 ചെങ്കല്ലുകൊണ്ട് കെട്ടുമ്പോൾ ഏകദേശം 20 സെൻറ്റിയോളം നമുക്ക് ആ സ്പേസ് നഷ്ടപ്പെടും. നേരെ വെച്ചാൽ ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ ബോർഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയും സ്പേസ് നമുക്ക് കൂടുതൽ കിട്ടും. പ്രത്യേകിച്ച് ചെറിയ പിന്നെ റൂംസൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഹോട്ടൽ റൂംസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ ബോർഡുകളായിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ പിന്നെ നമുക്ക് ലാഭകരവും അതുപോലെ തന്നെ വർക്ക് തീർക്കാൻ എളുപ്പവും അതായിരിക്കും. അങ്ങനത്തെ പല സാധനമുണ്ട്. സിമെൻറ്റിന് പകരം പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും സിമെൻറ്റിന് പകരം ഇപ്പം നമ്മൾ നിലത്തൊട്ടിക്കുന്ന ടൈൽസൊക്കെ പണ്ട് സിമെൻറ്റിലായിരുന്നു ചെയ്യാറ്. ഇപ്പോൾ അത് ഗമ്മിലാണ്. അപ്പോൾ അത് ഗൾഫിലൊക്കെ ഗമ്മാണ്. അപ്പോൾ ഈ ഗമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മെച്ചങ്ങൾ കിട്ടും. പിന്നെ വിലയും കുറയും, അതുപോലെ തന്നെ ഈ ഡ്യൂറബിലിറ്റി കൂടും, പിന്നെ പെട്ടെന്ന് തന്നെ അത് സെറ്റാവും. അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. ഈ വീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റാ. ഇപ്പം
നമ്മള് ആവുന്ന കാലം മുഴുവൻ അധ്വാനിച്ച് കിട്ടുന്ന മുഴുവൻ പൈസയും അല്ലെങ്കിൽ നമ്മളെ സമ്പാദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോണ് ഇതൊക്കെ ആയിട്ട് നമ്മൾ മൊത്തമായിട്ടൊരു വീടിന്റെ അകത്തങ്ങ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഭയങ്കര ഇപ്പൊ ഉള്ള പുതിയൊരു കാലത്തെ അതങ്ങനെ അതൊരു വീട് എന്ന് പറയുന്നത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ പുതിയൊരു അവസ്ഥയിൽ? തീർച്ചയായിട്ടും വീട് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ്, ഒരു യൂട്ടിലിറ്റി, നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളെ അവിടെയൊക്കെ ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചാൽ മതി. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഏജൻസി ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 50,000 മുതൽ 60,000 രൂപ വരെ മാസം വരുമാനം കിട്ടും വാടകയായിട്ട്. പുറത്ത് ഇപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും പിന്നെ വലിയ എയർലൈൻ കമ്പനിയുടെ പൈലറ്റുമാർ, അതിലെ ക്രൂ മെമ്പേഴ്സ്, ഇവർക്കെല്ലാം പിന്നെ നല്ല ക്വാളിറ്റിയുള്ള പിന്നെ അപ്പാർട്ട്മെൻറ്റുകൾ വേണം. അപ്പം നന്നായിട്ട് അത് നമ്മൾ ഇൻറ്റീരിയർ ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 60-50, ഞങ്ങളവിടെ 75,000 രൂപ വരെ മാസം കിട്ടുന്ന അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഒരാൾ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി ഇൻറ്റീരിയർ ചെയ്ത് നമ്മളത് വാടക കൊടുത്താൽ 50,000 മുതൽ 60,000, 70,000, 75,000 വരെ മന്ത്ലി കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഒരു സത്യമാണ്. അപ്പം അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് തന്നെ പറയാം. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം ഗൾഫിൽ കിട്ടുന്ന പിന്നെ 8% അവിടെ കിട്ടാൻ തുടങ്ങി, ഇപ്പം നാട്ടിൽ കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ വീടിന് വേണ്ടിയിട്ട് പിന്നെ ഉള്ള മുഴുവൻ പൈസയും ചിലവാക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. മാത്രമല്ല പിന്നെ ഇപ്പം പണ്ടത്തെ പോലെയുള്ള ഇപ്പോൾ താമസിക്കുന്ന കാര്യമാണെങ്കിൽ, അതായത് ഞാൻ വാടക കൊടുക്കുന്ന കാര്യമല്ല പറയുന്നത്, ഇപ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് വീടുകൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി വീടിന് പകരം നമുക്ക് ഫ്ലാറ്റിലേക്ക് മാറാം. ഫ്ലാറ്റാണല്ലോ കുറച്ചുകൂടിയും ഈസിയും അതുപോലെ തന്നെ കുറച്ചുകൂടിയും പിന്നെ എളുപ്പത്തിൽ തീരുന്നതും. അപ്പോൾ അതുകൊണ്ട് ഫ്ലാറ്റിലേക്കും അതും ഒരു ഓപ്ഷനാണ്. വീട് തന്നെ ഇൻഡിവിജ്വൽ വീട് തന്നെ വേണമെന്നില്ല, ഫ്ലാറ്റുകളിലേക്ക് മാറാം. അതൊരടുത്തൊരു ഓപ്ഷൻ എന്നുള്ള നിലക്ക് പറഞ്ഞതാണ്. ഈ ഫ്ലാറ്റുകൾക്കുള്ള ഡ്രോബാക്സ് പറയുന്നുണ്ട് ആളുകൾ. ഇപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റില്ല, കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസ ലോൺ പോലുള്ള സംഭവങ്ങൾ. അപ്പം അതുപോലുള്ള പ്രശ്നങ്ങളുണ്ടോ, ഡ്രോബാക്സ് ഉണ്ടോ കാര്യമായിട്ട്? ഡ്രോബാക്സ് കാണുമായിരിക്കും, പക്ഷേ അത് ഇപ്പം പറഞ്ഞ ഡ്രോബാക്സ് അല്ല. കാരണം പിന്നെ ലോണ് കിട്ടും. വീട് നമുക്കിപ്പം ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ ലോണ് കിട്ടും. ഞങ്ങളെ എല്ലാ പ്രൊജക്റ്റുകളും പിന്നെ അപ്പാർട്ട്മെന്റ് വാങ്ങാനല്ല, അപ്പാർട്ട്മെന്റ് വെച്ചിട്ട് നമ്മളിപ്പം എഡ്യൂക്കേഷൻ ലോൺ പോലെയുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ മറ്റ് ലോണുകൾ എടുക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് കിട്ടും, സെക്യൂരിറ്റി ആയിട്ട്. അതിനും യാതൊരു കിട്ടൂല. തടസ്സമില്ല, യാതൊരു തടസ്സമില്ല. കാരണം ഇത് നിങ്ങളൊരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ അതിനവർ ഒരു വാല്യുവേറ്ററെ പിന്നെ നിയമിച്ചിട്ട് വാല്യുവേഷൻ നടത്തി എത്ര കോസ്റ്റ് വരെ അതിന് കിട്ടും എന്നുള്ളത് കണ്ടിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് സെക്യൂരിറ്റി തരും. അങ്ങനെ നമുക്കറിയുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ലോൺ എടുത്തിട്ട് ഫ്ലാറ്റുകൾ വാങ്ങി അത് ലോൺ എടുത്ത് അത് പിന്നെ ബാങ്കിന് കൊടുത്ത് അതിൻ്റെ ലോൺ എടുത്തിട്ട് മറ്റു പല ആവശ്യത്തിനും ഉപയോഗിക്കുന്നവരുണ്ട്. അത് ഉം, നടക്കുന്ന ഉം. കാര്യം തന്നെയാണ്, ഈസിയാണ്. ഈ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഫ്ലാറ്റ് വാങ്ങുമ്പോൾ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല റെപ്യൂട്ടഡ് ബിൽഡറോട് വാങ്ങിക്കുന്നത് നന്നായിരിക്കും. കാരണം റിസ്ക് കുറയും. ഉം. പല ബിൽഡേഴ്സും ഉണ്ട്. ഇപ്പം ഞാനൊരു ബിൽഡർ ആയതുകൊണ്ട് പറയുന്നതല്ല, പല ബിൽഡേഴ്സും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് പോയി ചെന്ന് നോക്കുന്നത് നല്ലതാണ്. അവരെങ്ങനെയാണ് കൺസ്ട്രക്ഷൻ പെട്ടെന്ന് അവർക്ക് മെറ്റീരിയൽസ് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ്, ഏത് തരം മെറ്റീരിയലാണ് അവർ ഉപയോഗിക്കുന്നത്, ഡ്യൂറബിൾ ആണോ അല്ലെങ്കിൽ അത് സബ്സ്റ്റാൻഡേർഡ് ആണോ സ്റ്റാൻഡേർഡ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതല്ല. പറ്റുമെങ്കിൽ നമ്മൾ ഒരു ഇതുപോലത്തെ ഉള്ള ഒരു വീടൊക്കെ വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു എക്സ്പേർട്ടായ ഒരു സൈറ്റ് ഒരു എഞ്ചിനീയറെ, സിവിൽ എഞ്ചിനീയറെ നമ്മൾ ഒരു ഡിപ്ലോമക്കാരനായാലും മതി, നമ്മുടെ കൂടെ കൂട്ടിയാൽ അയാൾക്ക് കുറേയൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. സംഭവം ഇത് നല്ലതാണോ, പിന്നെ അല്ലെങ്കിൽ മോശമാണോ എന്നൊക്കെ അയാൾക്ക് അഡ്വൈസ് ചെയ്ത് തരാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളെ, ഒരു എക്സ്പേർട്ടിനെ കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ പിന്നെ അതിൻ്റെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്. ഒരു ഫ്ലാറ്റിന്റെ ഒരു ശരാശരി ലൈഫ് ടൈം ഏതുവരെയാണ്? കാരണം ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഫ്ലാറ്റിനെ കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആളുകൾ ഇങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട്. ഉം. ദീർഘകാലം എന്ന് വെച്ചാൽ നമ്മൾ ദീർഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ലോങ് യു വാണ്ട്. അത് ഇപ്പോൾ പറയാം, ഇപ്പോൾ നമ്മൾ പിന്നെ ചെക്ക് ചെയ്താലൊക്കെ സെർച്ച് ചെയ്താലൊക്കെ കാണാൻ പറ്റും. ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ സാധാരണ ലൈഫ് 50 50 ഇയേഴ്സ് മുതൽ 70 ഇയേഴ്സ് വരെയാണ്. ഈ പീരീഡിൻ്റെ ഉള്ളിൽ
പിന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇപ്പം ബോംബെയിലൊക്കെ പോയാൽ 100 കൊല്ലം വരെ ആയിട്ടും ഉപയോഗിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകൾ കാണാൻ പറ്റും. അപ്പം നമ്മളെ നാട്ടിൽ അത്ര പഴയത് കാണുന്നില്ല. സാധാരണ നിലയിൽ 50 മുതൽ ഒരു 70 വരെ കൊല്ലം പിന്നെ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് കിട്ടിയ അറിവ്. മാത്രമല്ല അത് ഈ ഗൂഗിൾ സെർച്ചിലൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ലൈഫ് ടൈം എത്രയാണെന്നുള്ളത് അതിൽ നിന്ന് ഉം, പെട്ടെന്ന് ഉം. മനസ്സിലാക്കാൻ പറ്റും. അമൽ ഖാന്റെ ഒരു അഭിപ്രായം അല്ല അത്ര അമൽ തന്നെ ഖാന്റെ ഒരു അത് തന്നെയാണല്ലോ നമ്മളൊരു വീടായാലും ഉപയോഗിക്കുള്ളൂ. അതെ 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 70 കൊല്ലം. പിന്നെ അടുത്ത ജനറേഷൻ വരുമ്പോ വേറൊന്നായിരിക്കുമല്ലോ അവരുടെ അതെ മനസ്സിലുണ്ടാവും. അതെ അതെ. അഹമ്മദ് ഖാന്റെ ഒരു ഐഡിയയില് ഈ നമ്മളൊരു ഭാവിയിൽ ഇനി ഉണ്ടാവുന്ന വീടുകൾ ഏത് രീതിയിലായിരിക്കും? പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒക്കെ ഒരു കാലമല്ലേ ഇത്? ആ. ഇതൊക്കെ നല്ല രസകരമായ ചോദ്യമാണ്. നമ്മൾ ലേറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും വളരെ വിശദമായിട്ട് മറുപടി പറയാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ എങ്കിലും പിന്നെ ഭാവിയിൽ വരുന്ന വീടുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അങ്ങോട്ട് വരുന്നത് ആണിനും പെണ്ണിനും ജോലി വേണം. എല്ലാവരും ഇങ്ങനെ വീട്ടിലിരുന്ന് ചടഞ്ഞിരിക്കാൻ തയ്യാറാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഭാര്യയൊക്കെ ജോലിക്ക് തുടങ്ങി. അങ്ങനെ കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജോലി വേണം എന്നുള്ള അഭിപ്രായത്തിലാണ്. അപ്പോൾ ജോലിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ജോലി കൊടുത്താൽ ഇനിയിപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലതല്ലേ. ഉം. അപ്പം ജോലി ചെയ്യാനുള്ള താല്പര്യം ഇപ്പം ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ചെറിയ വീടുകൾ വലിയ ഒരുപാട് വലിപ്പമുള്ള കുറേ റൂംസൊക്കെ ഉള്ള വീടുകൾക്ക് പകരം 2 ബെഡോ അല്ലെങ്കിൽ മാക്സിമം 3 ബെഡോ ഒക്കെ ഉള്ള വീടുകൾ നല്ല ക്യൂട്ടായിട്ടുള്ള വീടുകളായിരിക്കും ആളുകൾ പ്രിഫർ ചെയ്യുക. മാത്രമല്ല അതാകുമ്പോൾ അടച്ചിട്ട് പോവാം. പിന്നെ ഫ്ലാറ്റിനുള്ള വേറൊരു മെച്ചം എന്ന് വെച്ചാൽ ആരും സാധാരണ ആൾക്ക് കാണാത്തൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഫ്ലാറ്റ് താമസിക്കുകയാണെങ്കിൽ ആ ഫ്ലാറ്റിൽ എത്ര പേര് ആ കറണ്ട് ടൈമിലുണ്ട് എന്ന് ആർക്കും മനസ്സിലാവില്ല പെട്ടെന്ന്. ഒരു ഒരു അഞ്ച് ഒരു 50 ഫ്ലാറ്റുകളുള്ള ഒരു വീടാണെങ്കിൽ 50 പേരും അവിടെ ഉണ്ടോ ഇനി അല്ല കുറച്ചേ ഉള്ളൂ എന്നുള്ളത് പുറത്തൊരു ഔട്ട്സൈഡർക്ക് ഒരിക്കലും ഉം. എണ്ണിക്കണക്കാക്കാൻ ഉം. പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഉം. എന്തെങ്കിലും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആരും ധൈര്യപ്പെടില്ല. കാരണം അവിടെ ഫുള്ളായിട്ട് ഉം. ആളാണെന്ന് മാത്രം വിളിച്ചിരിക്കും. ഉം. ഉം. അപ്പോൾ സെക്യൂരിറ്റി കൂടുതലാണ്. പിന്നെ ഉം. ഉം. ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലം, ഉം. അതുപോലെ ഉം. സ്വിമ്മിംഗ് പൂള്, അതുപോലെ മിനി തിയേറ്റർ, അതുപോലെ ലേഡീസിനൊക്കെ നടക്കാനുള്ള മോർണിംഗ് വാക്കും ഈവനിങ് വാക്കൊക്കെ നടത്താനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ഒരു ഫ്ലാറ്റിലുണ്ടാവും. പക്ഷെ ഇത്രയും സൗകര്യം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊക്കെ. അത്രയും ലാൻഡ് വേണം, ഉം. അത്രയും ഉം. പൈസ ചിലവാക്കണം. നമ്മൾ അവസാനം അത് ഒന്നും വേണ്ടാതങ്ങ് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലെത്തും. ഉം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള പിന്നെ കപ്പിൾസ് അല്ലെങ്കിൽ പുതിയ തലമുറ പ്രിഫർ ചെയ്യുക ക്യൂട്ട് ചെറിയ വീടുകൾ, ഫ്ലാറ്റുകൾ. പിന്നെ അതിലും ഭാര്യക്കും ഭർത്താവും ഒരു ചെറിയ 1 2 കുട്ടികളുള്ള ഒരു ഫാമിലിക്ക് കഴിഞ്ഞുകൂടാൻ പറ്റിയ സൗകര്യങ്ങളുള്ള വീടുകളായിരിക്കും കൂടുതൽ. അപ്പോൾ ഇതൊക്കെ വന്നില്ലേ, നമ്മളെ എന്താണ് ഊബറും മറ്റൊക്കെ വന്നില്ലേ. ഇപ്പം കാറൊക്കെ ഉം. ഉം. ഓരോരുത്തർ സ്വന്തമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാറ് ഉം. വാങ്ങി പോകേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് നേരെ ഇപ്പം ഉം. എറണാകുളത്ത് പോകണമെങ്കിൽ എറണാകുളത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഊബർ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഊബർ വണ്ടി റെഡിയാണ്. ഉം. അതുപോലുള്ള ഉം. അതുപോലുള്ള നമുക്ക് എറണാകുളത്ത് പോയാൽ അവിടെ താമസിക്കാനുള്ള സൗകര്യം, കോഴിക്കോട് പോയാൽ അവിടെ താമസിക്കാനുള്ള സൗകര്യം, ഇനി തലശ്ശേരിക്ക് ഉം. പോകുമ്പോൾ അവിടെ താമസിക്കാനുള്ള സൗകര്യം, അങ്ങനെ കിട്ടുന്നൊരു അവസ്ഥ വരും. ആ. അപ്പം ആ. വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ആർക്കും പ്രത്യേകിച്ച് പൈസ മെയിൻ്റനൻസിനൊന്നും പൈസ കളയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് എൻ്റെ ദൃഢമായ വിശ്വാസം. ഈ കോവിഡ് ലോകത്ത് മൊത്തം ഭയങ്കര വലിയ നാശം വിതച്ച ഒന്നാണ്. അത് എല്ലാ ബിസിനസ്സുകളെയും ബിസിനസ് അല്ലാത്തതിനെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. അഹമ്മദ് ഏത് രീതിയിലാണ് കോവിഡ് ബാധിച്ചത്? അതിനെ എങ്ങനെയാണ് അഹമ്മദ് മറികടന്നത്? കോവിഡിൻ്റെ വ്യാപനം ഭയങ്കര പിന്നെ പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് പ്രയാസം ഉണ്ടാക്കാത്ത ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളെ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് 1 വർഷം ആയപ്പോൾ തന്നെയാണ് ഈ കോവിഡിൻ്റെ പിന്നെ വ്യാപനം ഉണ്ടായത്. അത് സ്പ്രെഡായല്ലോ. അതോടുകൂടി ആൾക്കാർ യാത്ര കുറഞ്ഞു. അതുപോലെ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതായി, പുതിയ സെയിൽസ് ഇല്ലാതായി. ഞങ്ങൾ തുടങ്ങി വെച്ച പ്രോജക്റ്റ് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായി. ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതിനെ പറ്റിയായി ആലോചന.
അപ്പം അതിനെങ്ങനെ മറികടന്നു എന്ന് ചോദിച്ചാൽ, പിന്നെ ഞങ്ങൾ ഇത് നിർത്തി വെക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുലിപ്പുറത്ത് നമ്മൾ കാര്യമില്ലേ. ഇനിയിപ്പോൾ ആ പുലിനെ ഒരു സ്ഥലത്ത് തളച്ചാലല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഉം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ പല സ്കീമുകളും ആ സമയത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തു, അനൗൺസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, പിന്നെ പേയ്മെൻ്റ് ഇപ്പം ഞങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയ ഒരാൾ 10 ലക്ഷം തന്നു, ബാക്കി 40 ലക്ഷം തരാനുണ്ട്. അപ്പോൾ അയാളോട് ബാക്കി ചോദിച്ചാൽ അയാൾ തരില്ല. തരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കും ഉറപ്പില്ല ഇനിയിപ്പം കൊറോണ പോയിട്ടുള്ളൊരവസ്ഥ എങ്ങനെയായിരിക്കും നാളെ. പിന്നെ വില ഉം. കുറയോ കൂടുവോ. അപ്പം ഞങ്ങൾ ഇതെല്ലാം കെട്ടിപ്പൊളിച്ച് അല്ലെങ്കിൽ ഡെമോളിഷ് ചെയ്ത് വിടുന്ന സ്ഥലം വിടുവോ എന്നൊക്കെ സംശയങ്ങളുണ്ടാവും. എത്ര അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും ചിലപ്പോൾ സംശയം ഉണ്ടാവും. അപ്പോൾ അവർ അങ്ങനെ ഉള്ളൊരവസ്ഥയിൽ നമ്മൾ എന്ത് ചോദിച്ചാൽ പല സ്കീമുകളും ചെറുതായിട്ട് അനൗൺസ് ചെയ്തു. സ്കീം അതിൽപ്പെട്ടാണ് ഈ പറഞ്ഞ പോലെ ഈ നിങ്ങൾ ബാക്കി ബാലൻസ് ഒന്നിച്ച് തരുന്ന ആളുകൾക്ക് ഇത്ര ശതമാനം ഡിസ്കൗണ്ട്. ഉം. അതുപോലെ പിന്നെ ഈ ഈ പീരീഡിൻ്റെ ഉള്ളിൽ ഇത്ര പൈസ അതിൻ്റെ റീഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു. ആ ഷെഡ്യൂൾ പ്രകാരമുള്ള പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നെന്ന ബെനിഫിറ്റുകൾ. അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്കീമുകളൊക്കെ അനൗൺസ് ചെയ്തപ്പോൾ അതിനൊക്കെ ആളുകൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കാശുകൾ ഞങ്ങൾക്ക് അങ്ങനെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റായിട്ട് ഞങ്ങൾ തരണം ചെയ്തത് അങ്ങനെയാണ്. പിന്നെ രണ്ടാമത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കൊറോണ സമയത്ത് ഒരിക്കലും ഓഫീസ് അടച്ചു പോയിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു 10-25ഓളം സ്ഥിരം സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞു. എന്നിട്ട് ആ. അവിടെ നമ്മൾ ഇവർ വരുമ്പോൾ അവർക്ക് ചായ കൊടുത്തിട്ട് പിന്നെ അവർക്ക് ഈ ടാർഗറ്റ് കൊടുക്കും. നമ്മൾ ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യണം, ആരോട് എന്ത് പറയണം. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും പറയും. ഇന്ന ആൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇന്ന ആൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ നമ്മൾ തരണം ചെയ്യും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മളതൊരു കൂട്ടുത്തരവാദിത്തമാക്കിയിട്ട് മാറ്റി. അപ്പോൾ എല്ലാവർക്കും താല്പര്യം തുടങ്ങി. ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയണം എന്നുള്ള കണ്ടീഷൻസ് വെച്ചപ്പോൾ ഓരോരുത്തർക്കും ചാർജുള്ള. അപ്പോൾ അക്കൗണ്ടിൻ്റെ കളക്ഷനെ പറ്റി പറഞ്ഞു തരണം, കസ്റ്റമർ കെയർ, കസ്റ്റമറുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞു തരണം, സെയിൽസുള്ളവർ സെയിൽസിൻ്റെ ഭാവിയും അതുപോലെ സെയിൽസിൻ്റെ സാധ്യതകളും പറഞ്ഞു തരണം. അങ്ങനെ എല്ലാവർക്കും കണ്ടീഷൻസും പിന്നെ അതുപോലെ ടാർഗറ്റും കൊടുത്തപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ എന്നിട്ടും ഫണ്ട് പോരാഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ ചില ചെയ്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിനെ ഇടപിടിച്ചു. ആ ഇൻവെസ്റ്റേഴ്സിനെ ഉം. കൊണ്ട് ഉം. ഉം. അവർ ഞങ്ങൾക്ക് അങ്ങനെ പുറത്തുനിന്നുള്ള വേറെ ഫണ്ടൊന്നും വാങ്ങാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരെ ഞങ്ങൾ ഷെയർ ഹോൾഡർ ആക്കി. ഉദാഹരണത്തിന് ഒരാൾ വരികയാണ്, അപ്പോൾ അയാൾ ഫണ്ട് ഉണ്ടെങ്കിൽ അയാളോട് പറയും ഇത്ര ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു പ്രൊജക്റ്റാണ്, അതിന് ഇപ്പോൾ 50 കോടി ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് ഒരു 50 കോടി ഉണ്ടെങ്കിൽ പണി തീർക്കാം, അപ്പോൾ നിങ്ങൾ തരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അയാളുടെ ബെനിഫിറ്റ് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ ആ ബെനിഫിറ്റ് നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾ അത് പോസിറ്റീവായിട്ട് പ്രതികരിക്കും. അങ്ങനെ ഒക്കെ ആളുകളെ നമ്മൾ പിന്നെ ഇതിലേക്ക് അപ്രോച്ച് ചെയ്തു. ഉം. അപ്രോച്ച് ഉം. ചെയ്തു. അവരെ നമ്മൾ ഷെയർ ഹോൾഡർ ആക്കി. അങ്ങനെയാണ് നമ്മൾ ഈ പ്രൊജക്ട് ആ സമയത്ത് പിന്നെ ഇഷ്യൂസ് സോൾവ് ചെയ്ത് അങ്ങനെയാണ്. അഹമ്മദ്ക്ക എഴുതാൻ ഇഷ്ടമുള്ള, വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അഹമ്മദ്ക്കയുടെ ഈ ഒരു എഴുത്ത്, വായന ഇഷ്ടങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ എങ്ങനെയാ നടന്നു പോകുന്നത്? ഇപ്പൊ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്ക് എഴുതാനും അതുപോലെ തന്നെ വായിക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എഴുതാന്നല്ലാതെ പുറത്തങ്ങനെ എഴുതാറില്ല. ഞാൻ ഉം. കൊറോണ സമയത്ത് എഴുതിയിരുന്നു. എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ കണ്ടിരുന്നോ? ആ, ആ, ഞാനത് കോപ്പി എഡിറ്റ് ചെയ്ത് ഒരു മറുനാട്ടുകാരനായിട്ടുള്ള ഒരാള് വീട്ടില് അല്ലെ ഒരു മെയ്ഡായിട്ട് വന്ന്. അയാൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ആ. ആ, ആ. അയാൾ ഇപ്പോഴും ഉണ്ട്. അയാള് ബംഗാളിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം പിന്നെ ഇനിയിപ്പം ഞാൻ ചെയ്യൂലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പം എൻ്റെ പിന്നെ നമ്മുടെ പ്രൊജക്റ്റ് തീർക്കലും ടാർഗറ്റ് കംപ്ലീറ്റ് ആ. ചെയ്യലും ആ. നമുക്ക് ബിസി ആയല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പുതിയ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ഫ്രീഡം കിട്ടും. അപ്പോൾ ഇൻഷാല്ല തീർച്ചയായിട്ടും അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോഴൊരു സ്റ്റാൻഡ് സ്റ്റിൽ. അഹമ്മദ് ഖാൻ അഹമ്മദ് ഖാന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ഓർമ്മ എന്താ? ഏറ്റവും സന്തോഷമുള്ള ഒരു ഓർമ്മ. ഏറ്റവും സന്തോഷമുള്ള ഓർമ്മ ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ നാട്ടിലെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് നാട്ടിലൊരു വീട് വെച്ച് ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടായ ഫസ്റ്റ്
അവിടെ താമസിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭൂതി ഭയങ്കരമായിരുന്നു. അത് നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ പണമാണ്, ഫോറിൻ മണിയല്ല, വായ്പയില്ല, ലോണില്ല, ഒന്നുമില്ലാതെ തന്നെ നമ്മൾ ചെയ്തിട്ട് ആ വീട്ടിൽ താമസിക്കുമ്പോൾ പാരൻസിനെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൂടുതലും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ഉണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ കൂടുതലായിരുന്നു. ഹൈ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെട്ട ഒരു അനുഭവം പറയും. യെസ്, അത് പിന്നെ നമുക്ക് പിന്നെ ഈ ജോലിയായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ജോലി ഉണ്ടെങ്കിലേ ശമ്പളം കിട്ടുള്ളൂ, ശമ്പളം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശമ്പളം കിട്ടണമെങ്കിൽ നല്ല ജോലി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ ഇവിടെ പോയി, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി. വടകരയാണെന്നാണ് എൻ്റെ ഓർമ്മ, വടകരോ അല്ലെങ്കിൽ കോഴിക്കോടാണെന്ന് തോന്നുന്നു. എക്സ്ചേഞ്ചിൽ പോയപ്പോൾ ഞങ്ങളൊരു 5-10 ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇരുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇതൊക്കെ കൊടുത്തു, ക്വാളിഫിക്കേഷനൊക്കെ എഴുതി. അയാൾ എന്താണ് പേര്, മോഡറേറ്റർ ആയിരിക്കുന്ന ആൾക്ക്, സൂപ്പർവൈസർക്ക് കൊടുത്തു. അപ്പം എൻ്റെ ഈ CV കണ്ടപ്പോൾ അയാൾ ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ നല്ല രൂപത്തിലല്ല, കുറച്ച് ഒരു റഫ്, നിങ്ങൾ ഇതിൻ്റെ റൂൾസ് ഒന്നും പാലിച്ചിട്ടില്ല, നിങ്ങൾ SLC പാസ്സാകാതെ എങ്ങനെയാണ് ജോലിക്ക് വരിക, നിങ്ങൾക്ക് എങ്ങനെയാണ് ജോലി കിട്ടുക എന്നൊക്കെ ചോദിച്ച ഒരാൾ ഇത് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. ഞാൻ SLC പാസ്സായിട്ട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം കരച്ചിലൊക്കെ വന്നു. കാരണം നമ്മൾ ഇനി എന്തായാലും SLC പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്നുള്ളൊരു ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഒരാളിങ്ങനെ നമ്മളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ജീവിതം അഹമ്മദ് ഖാനെ പഠിപ്പിച്ച ഒരു പ്രധാന പാഠം എന്താ? ജീവിതം എന്നെ പഠിപ്പിച്ച പ്രധാന ഭാഗം ആ അതാണ് ചോദിക്കുന്നത്. ജീവിതം എന്നെ പഠിപ്പിച്ച പ്രധാന ഭാഗം എന്താണെന്ന് ചോദിച്ചാല് പിന്നെ പ്രധാന പാഠം, ഒരു ലേണിംഗ് എന്താ ആ, അഹമ്മദ് ഖാൻ? ഏറ്റവും എന്നെ പഠിപ്പിച്ച ലേണിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സത്യസന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തും പിന്നെ പോയാൽ രക്ഷപ്പെട്ട് ജീവിച്ചു പോകാൻ പറ്റും. നമ്മൾ പിന്നെ ഏതോ ഒരു ഫിലിമിലോ മറ്റോ ഒരു ഡയലോഗ് ഉണ്ട്, അത് കേട്ട പിന്നെ മനസ്സ് ശുദ്ധമായിട്ട് ആകാശത്തിന് താഴെ പിന്നെ ഉള്ള എന്തിനെ പറ്റിയിട്ടും ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ നീയാണ് ബെസ്റ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഒരു ഡയലോഗുണ്ട്. അത് ഏത് ഫിലിമാണോ അല്ലെങ്കിൽ വേറെ എന്താണോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളെല്ലാം എന്തും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ശുദ്ധമായിട്ട് ആരെയും പറ്റിക്കാനുള്ള ഉദ്ദേശമില്ലാതെ നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞാൽ ആ കേൾക്കുന്ന ആൾക്ക് ബോധ്യപ്പെടും ഇദ്ദേഹം പറയുന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അയാൾ ചിലപ്പോൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ നമ്മളോട് ഇല്ലെന്ന് പറയും. എങ്കിൽ പോലും ആ ഇല്ല എന്ന് പറയാൻ, ആ നെഗറ്റീവാണ് ആൻസർ എങ്കിൽ പോലും അത് വളരെ സോഫ്റ്റായി മാറും നമ്മുടെ അപ്രോച്ച് കൊണ്ട്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പിന്നെ സത്യസന്ധതയും അതുപോലെ തന്നെ പിന്നെ വിശ്വാസ്യതയും കൈവിടാതിരിക്കുക, ആരെയും പറ്റിക്കാതിരിക്കുക, ആരോടും പിന്നെ ആവശ്യത്തിലധികം നമ്മൾ കീഴ്പ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഡിഗ്നിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും പഠിച്ചവൻ്റെ അനുഗ്രഹവും അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന എല്ലാം നമുക്കുണ്ടാവും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്ക്. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പാഠവും അത് തന്നെയാണ്. നമ്മൾ പുതിയ ഒരു ജനറേഷനോട് അഹമ്മദ് ഖാക്ക് പറയാനുള്ളതും ഇത് തന്നെയാണോ? പുതിയ ജനറേഷനോട് ഇത് തന്നെയാണ്. ഇതിനേക്കാളും വലിയൊരു പാഠം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ എല്ലാം വളരെ സത്യസന്ധമായിട്ട് ചെയ്യുക. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ അനുഗ്രഹങ്ങൾ നമ്മൾ അറിയാത്ത ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് എൻ്റെ പിന്നെ ജനറലി ഉള്ള ഒരു അഡ്വൈസ്. നമ്മളെ ഈ അഭിമുഖം അതിന്റെ അവസാനത്തിലെത്തി. ഇനി നമ്മളെ ഓഡിയൻസിന് ആർക്കെങ്കിലും അഹമ്മദ് ഖാനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്ന ഒരു സമയമാണ്. ഓ, ആയിക്കോട്ടെ. സംസാരിക്കേണ്ട ആൾക്കാർ അൺമ്യൂട്ട് ചെയ്താൽ മതി. ഹലോ, അഹമ്മദ് ഖാൻ. സുരേഷ്. ഞാൻ കുറെ കേട്ടു
എനിക്കിപ്പോൾ ഉള്ളൊരു ചോദ്യം, ഒരുപാട് യുവാക്കളും പുതിയ ആളുകളും പുതിയ വീടുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അപ്പം വലിയ ആളുകളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ, ആകർഷിക്കുന്ന രീതിയിലുള്ള വീടുകളിൽ ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്യുകയും അതൊരു 30 വർഷം കഴിഞ്ഞ് പൊളിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പൊ പുതിയ ഗൃഹനിർമ്മാതാക്കളോട് അങ്ങയുടെ ഇത്രയും കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊരു നിർദ്ദേശമാണ് നൽകാനുള്ളത് എന്നാണ്. എങ്ങനത്തെ വീടിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യണോ, നാട്ടിൻപുറത്തെ വീടുകളിലേക്ക് ഒരുപാട് പണം ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ വീട്ടിൽ ചെലവഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉപദേശമോ അല്ലെങ്കിൽ അനുഭവമോ പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിരിക്കും. ഓക്കെ സുരേഷ്, അത് ഞാൻ നേരത്തെ ഇതേപോലുള്ള ചോദ്യം നമ്മൾ ഇതിൽ വന്നിരുന്നു. അപ്പം ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടമാനം കാശ് ചെലവാക്കുന്നത് നല്ലതല്ല, അഡ്വൈസബിൾ അല്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു നിർദ്ദേശം. കാരണം നമ്മൾ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു 30 മുതൽ 40, 50 കൊല്ലാകുമ്പോൾക്ക് ആ വീട് ഒന്നുകിൽ മാറ്റി പണിയണം, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് അത് പൊളിച്ച് വേറെ സ്ഥലത്ത് നമ്മൾ മാറും, അല്ലെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് നമ്മുടെ ഫണ്ട് മുഴുവനും ബ്ലോക്കാക്കി ഇടുന്നത് ഒരിക്കലും അത്ര ഒരു ബുദ്ധിപരമായ കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇപ്പം ടൗണിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ എന്ത് വെച്ചാൽ ഒരു 10 20 കൊല്ലാകുമ്പോൾ അത് അതേ വിലക്കോ അല്ലെ അതിൽ കൂടുതൽ വിലക്കോ വിൽക്കാൻ പറ്റും, ഓപ്ഷനുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞ നാട്ടിൽ സ്ഥിതി അങ്ങനെയല്ലല്ലോ. ഇപ്പം ഭൂമി വാതുക്കലായാലും പാണിമേലായാലും ഇനി ഞാൻ ഉള്ള നരിപ്പറ്റ ഭാഗത്തായാലും ഒരു വീട് വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വാങ്ങാൻ ആളെ കിട്ടണ്ടേ? വാങ്ങാനുള്ള ആളുകളെ അത്ര എളുപ്പത്തിൽ കിട്ടൂലല്ലോ. കിട്ടുമായിരിക്കും, പക്ഷെ അത് വളരെ പ്രയാസമായിരിക്കും അതുപോലുള്ള ഒരു വില കിട്ടാനൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ കണ്ടമാനം കാശ് ഇതിൻ്റെ മുകളിൽ കയറ്റിയിട്ടിട്ട് നമ്മളത് വിൽക്കാനും പറ്റാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാനും ബുദ്ധിമുട്ട് എന്ന നിലയിൽ എത്താതിരിക്കുന്നതാണ് ബുദ്ധിപരം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നഗരങ്ങളിലാണെങ്കിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? നഗരങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ അതിന് അപ്രീഷിയേഷൻ കിട്ടും. ഇപ്പോൾ കോഴിക്കോട് നിങ്ങൾക്ക് ഒരു വീട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു നോട്ടീസ് പത്രത്തിലിട്ടാൽ 2 3 ദിവസം കൊണ്ട് വാങ്ങാൻ ആളെ കിട്ടും. ഒരു 10 ആണല്ലേ? നേരെ മറിച്ച് നിങ്ങൾക്ക് നാട്ടിൽ അങ്ങനെയുള്ള ഒരു ലീഫ്ലെറ്റ് പത്രത്തിലിട്ട് കഴിഞ്ഞാൽ വാങ്ങാൻ ആൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതിന് കിട്ടിക്കൂടെ, നിങ്ങൾ ഭാഗ്യത്തിന് ചിലപ്പോൾ കിട്ടാം. പക്ഷേ ടൗണിനെ അപേക്ഷിച്ച് വളരെ പ്രയാസമായിരിക്കും നമുക്ക് നാട്ടിൽ ഇതുപോലുള്ള പ്രോപ്പർട്ടീസ് വിൽക്കാനൊക്കെ. അത് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വെൽക്കം. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടി. ഈ എയർബിഎൻബി ഒക്കെ പോലത്തെ ഡെയിലി റെന്റിനല്ല അതുപോലെ കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ് ഇല്ലേ, അത് നാട്ടിലൊക്കെ കോഴിക്കോടെല്ലാം ഒരു ഫ്യൂച്ചർ ഉണ്ടോ? കോഴിക്കോടുണ്ട്, ഫ്യൂച്ചറുണ്ട്. അത് നിങ്ങൾ പറയാ ഈ വളരെ റീസണബിൾ റേറ്റിന് വാടക കൊടുക്കുന്നത് അല്ലേ, അതല്ലേ? അതെ അതെ അതെ, അത് ഇടക്കാലത്ത് ഭയങ്കര അതിൻ്റെ ടോപ്പിലായിരുന്നു അതിൻ്റെ വളർച്ച. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്ന് മന്ദീഭവിച്ചു, അല്പം ഒന്ന് സ്ലോ ആയി. എന്നാലും ഞാനീ പറഞ്ഞ എക്കണോമിക്കൽ ആണെന്നുള്ളത് കൊണ്ട് ആൾക്കാർക്ക് നിങ്ങൾ യാത്ര പോവുകയാണ്, അപ്പം നിങ്ങൾക്ക് ബോംബെയിൽ താമസിക്കണം. അവിടെ വലിയ കാശൊന്നും ചിലവാക്കാതെ എൻ്റെ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ ഈ ഇവരുണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് ഏതെങ്കിലും ഓണം വെക്കേഷൻ അതുപോലത്തെ ഒക്കെ വരുമ്പോൾ അവർ ഈ ഡൽഹി കാണാനും അതുപോലെ താജ്മഹൽ കാണാനൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് 4 5 ആളുകളുള്ള ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അവർ താമസിക്കുക, ഒന്നുകിൽ ഈ പറഞ്ഞ പോലെയുള്ള ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കും ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ ചെറിയ പൈസ കൊണ്ട് അവർക്ക് ഡൽഹി പോയിട്ട് വരാം, അല്ലെങ്കിൽ ബോംബെ പോയിട്ട് വരാം. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അത് നല്ല കാര്യം തന്നെയാണ്, എക്കണോമിക്കലാണ്. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റവന്യൂ ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ചില കമ്പനികളിൽ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കോഴിക്കോട് നിന്നൊക്കെ ഉണ്ട്. അവർ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അതല്ലേ. ഓക്കെ, താങ്ക് യു. വെൽക്കം. അസ്സലാമലൈക്കും. നമുക്ക് ആരാണ്? ഞാൻ മെഹബൂബ്. തലപ്പണ്ടിയാണോ? ഹലോ പണ്ടി, അത് തന്നെ അത് തന്നെ. നമ്മള് അവസാന വീട്ടിൽ വെച്ചാണ് കണ്ടത്. അതാണ്. നിങ്ങളിപ്പോ ഈ കാലത്ത് ഒരു കാശ്മീർ ട്രിപ്പ് പോയില്ലേ? ഞങ്ങൾ പോയിരുന്നു, ഈസി ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, അതിൽ ഉണ്ടായ ഏറ്റവും നല്ലൊരു ഓർമ്മിക്കാൻ പറ്റിയ എന്തെങ്കിലും അനുഭവം ഉണ്ടോ പറയാൻ?
അതിലുണ്ടായോ? അതെ. ആ, ഞങ്ങളെ അവിടെ കണ്ട പിന്നെ ഗാർഡന്റെ പേരെനിക്കിപ്പോ ഓർമ്മയില്ല. നല്ല മനോഹരമായ ഗാർഡൻസ് ഉണ്ടായിരുന്നില്ലേ അവിടെ. അപ്പൊ അത് കാണുകയും അതിന്റെ ഒരു നോട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ. അതുപോലെ യാത്രയിൽ പോയാൽ അധികവും ഞാൻ അത് അങ്ങനെ നോട്ട് ഉണ്ടാക്കും. അതിലൊന്നായിരുന്നു പിന്നെ കാശ്മീർ. ഓക്കെ. അത് എവിടെയെങ്കിലും പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ടോ? ഇല്ല, എല്ലാം ഒന്നും പബ്ലിസിറ്റി ചെയ്യാൻ പറ്റൂല. കാരണം പബ്ലിസൈസ് ചെയ്യാൻ കുറച്ചൊരു നമുക്ക് അതിന്റെ പിന്നിൽ പിന്നെയും കുറെ മോഡിഫിക്കേഷനും പിന്നെ എഡിഷനും ഒക്കെ ആവശ്യമാണല്ലോ. ഞാനിപ്പോ അടുത്ത് സൗദി പോയപ്പോൾ അവിടെ ഉണ്ടായ മാറ്റങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു ലേഖനം പോലെ എഴുതിയിരുന്നു. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു തോന്നുന്നു. കാരണം കുറെ പേര് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. അത് എനിക്ക് തോന്നുന്നത് മാധ്യമത്തിലോ മറ്റോ ആണ് ഞാൻ കൊടുത്തിരുന്നത്. ഓക്കെ. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ഡൗട്ട്. ഈ അസോസിയേഷൻ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ഫ്ലാറ്റിലും വില്ലയിലൊക്കെ, ഉം. അത് ഈ ഫ്ലാറ്റിലും വില്ല സിസ്റ്റത്തിലും ഒരേ ചാർജാണ് അവർ ഈടാക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യാസം അതുമായിട്ട് ചേഞ്ചസ് ഉണ്ടോ? ഇതാണ് കോഴിക്കോട് സിറ്റിയിലൊക്കെ ആണെങ്കിൽ. എങ്ങനെയാന്ന് വെച്ചാൽ അസോസിയേഷൻ ആക്ച്വലി അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഒരു റൂളാണത്. അത് പിന്നെ അസോസിയേഷൻ എല്ലാ പിന്നെ ബിൽഡേഴ്സിന്റെയും പിന്നെ 30% എങ്കിലും വിറ്റ് കഴിഞ്ഞാൽ ഉടനെ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ നിയന്ത്രണം അസോസിയേഷൻ ഏൽപ്പിക്കണം എന്നുള്ളതാണ് റൂള്. അപ്പോൾ അത് വില്ലയായാലും അതുപോലെ ഫ്ലാറ്റ് ആയാലും ഒക്കെ ഈ അസോസിയേഷൻ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, നിർബന്ധമാണ്. ഈ വില്ലക്ക് അസോസിയേഷന്റെ ആവശ്യം എന്താണ് ശരിക്കും? ഫ്ലാറ്റിലാണെങ്കിൽ അവിടെ മെയിൻ്റെനൻസ്, കോമൺ മെയിൻ്റെനൻസ് വരും. വില്ലയിലാവുമ്പോൾ അങ്ങനെ വരുന്നുണ്ടോ? ആ, മെയിൻ്റനൻസ് മാത്രമല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഇപ്പം അവർ പറയുന്നത് ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ വാങ്ങുന്ന ആള് ഒരു കസ്റ്റമറാണ്, ഒരു ഇന്ത്യൻ പൗരനാണ്. അദ്ദേഹം വഞ്ചിക്കപ്പെടാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം എന്താണ്, എങ്ങനെയാണ് കച്ചവടം നടന്നത്, അതിന്റെ റേറ്റ് എത്രയാണ്, എന്തൊക്കെ ഫെസിലിറ്റിയാണ് അവിടെ ഉള്ളത്. ഇപ്പൊ നിങ്ങളോട് ഒരാൾ പറഞ്ഞ ആൾ സ്വിമ്മിംഗ് പൂൾ മരങ്ങളൊക്കെ വരും, വേറെ ആളോട് അതൊന്നും പറഞ്ഞില്ല വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ കിട്ടണ്ടേ? അതെ, അപ്പം അതെ. അപ്പൊ അത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞു എന്നുള്ള ഞാൻ എങ്ങനെ അറിയുന്നത്? അപ്പൊ നമ്മൾ അസോസിയേഷൻ ഉണ്ടാകുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ബയർ ഷുഡ് ബി അവെയർ ഓഫ് എവറിത്തിങ് എന്നാണ് അവരുടെ ഒരു പോളിസി. ഓക്കെ. അജ്മൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചാറ്റില്. ഉം. അജ്മൽ കെ അവിടെ വോയിസ് പറ്റാത്ത സ്ഥലമായിരുന്നു. ബിസിനസ്സിൽ വൻ നേട്ടം നേടിയിട്ടും ഇന്നും ഏറ്റവും കൂടുതലായി മിസ് ചെയ്യുന്നത് നാട്ടിലെ ഏത് കാര്യമാണെന്ന് പറയാമോ? അജ്മൽ കെ ചോദിച്ചാണ്. നാട്ടിലെ എന്ത് ചോദ്യം? ഏത് അതായത് മിസ് ബിസിനസ്സിൽ ചെയ്യുന്ന ഏത് വലിയ കാര്യം? നേട്ടം ഉണ്ടായിട്ടും അഹമ്മദ്ക്ക് മിസ് ചെയ്യുന്ന നാട്ടിലുള്ള ഏത് കാര്യമാണെന്ന് ചോദിച്ചത്. അതാണ് അജ്മലിന്റെ ചോദ്യം. നാട്ടിൽ ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? അതെ നാട്ടിൽ ഞാൻ ഇപ്പോഴും മിസ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോന്നല്ലേ ചോദ്യം? അതെ അതെ. മിസ് ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോ നാട്ടിൽ നിന്ന് വല്ലാതെ ദൂരത്തല്ലല്ലോ, അതുകൊണ്ട് വളരെ അടുത്തല്ലേ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൽ നിന്ന് ഏറ്റവും അടുത്ത സ്ഥലമാണ്. ഫ്രീക്വന്റ് വിസിറ്റ് നടത്താൻ വരുന്നതാണ്. എന്നാലും ഞാൻ മിസ്സാകുന്ന പല കാര്യങ്ങളിലും ഒരു കാര്യം ഈ കല്യാണം ആണ്. പല അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും കല്യാണം പലപ്പോഴും മിസ്സായി പോകും. പിന്നെ മരണം പിന്നെ എങ്ങനെങ്കിലും എത്തിപ്പെടാറുണ്ട്. പിന്നെ നമുക്ക് കല്യാണമൊക്കെ മിസ്സാകുമ്പോൾ നമുക്ക് തോന്നലുണ്ടാവും ഞാനൊരു വിദേശിയായി മാറിയോ, എന്നെ എല്ലാവരും ഒഴിവാക്കിയോ എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഓപ്പൺ മൈൻഡായിട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അതിന് വേറൊന്നുണ്ട്. പാരലായിട്ട് നമുക്കൊരു ടീമിനെ ഇവിടെ കിട്ടും. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ കോഴിക്കോട് നാട്ടിലുള്ള ഫ്രണ്ട്സും കല്യാണത്തിൻ്റെ വിളിയൊക്കെ ഒന്ന് കുറയെങ്കിലും ഇവിടെ നമുക്ക് അതിനേക്കാൾ നല്ലൊരു, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ടീമിനെ നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ എന്നെ ഇപ്പം ഇവിടെ കോഴിക്കോട് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 80 to 85 ആളുകൾക്ക് അറിയായിരിക്കും ബിസിനസ് മേഖലയിലുള്ള. അല്ലാതെ മൊത്തത്തിലല്ല ഞാൻ പറഞ്ഞത്. ബിസിനസ് മേഖലയിലുള്ള ഒരു 85% ആളുകൾക്ക് എന്നെ അറിയായിരിക്കും. അപ്പോൾ അവരൊക്കെ അധികവും അതുപോലെ ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ക്ലബ്ബിൽ, ഇവിടെ ബിസിനസ് ക്ലബ്ബുണ്ട്, അതുപോലെ റോട്ടറി ക്ലബ്ബുണ്ട്, പിന്നെ അങ്ങനെ പല ക്ലബ്ബുകളുണ്ടല്ലോ. പിന്നെ യൂത്ത് വിങ്ങിൻ്റെ പല അസോസിയേഷൻ, വ്യാപാരി വ്യവസായികൾ, അങ്ങനത്തെ അതിലൊക്കെ നമ്മൾ ആരെങ്കിലും എല്ലാം മെമ്പറായിരിക്കും. അപ്പോൾ മെമ്പറാകുമ്പോൾ നമുക്ക് ക്ഷണം കിട്ടും, അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെട്ടു പോകില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് മലബാറിൻ്റെ ഒരു കൾച്ചർ മാറാതെ സിറ്റി, അതായത് ടൗൺഷിപ്പ് വന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അതേ സമയത്ത് ഇവിടെ ഇപ്പോഴും ഒരു ഗ്രാമീണതയുടെ ഒരു പിന്നെ സംഗതി ഇവിടെ ഉണ്ട് താനും, അല്ലേ? ആരോ എന്തോ പറയുന്നു. സൗന്ദര്യം. ഗ്രാമീണത സൗന്ദര്യം ഉള്ളതോടൊപ്പം തന്നെ നമുക്കൊരു ഒരു വലിയ സിറ്റിയുടെ പിന്നെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ കൂടി പറ്റുന്ന സ്ഥലമാണ്
കോഴിക്കോട്. അതുകൊണ്ട് എനിക്ക് കോഴിക്കോടിനെ മൊത്തത്തിൽ ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ നഷ്ടബോധമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ നമ്മളിപ്പോ ഈ റെറ പോലുള്ള ഈ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ടല്ലോ, അത് ബയറെ ആണ് കൂടുതൽ സേഫ് ഗാർഡ് ചെയ്യുന്നത്. ഉം. അത് ഈ നിങ്ങളെ പോലുള്ള ഈ ബിൽഡേഴ്സിനെ എങ്ങനെയാ അത് ബാധിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അത് നന്നായതാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടത്? അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആം, നിങ്ങളെ കുറച്ചും കൂടെ അത് എന്താ ചോദിക്കാം, ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടോ ഈ റെറ പോലുള്ള അസോസിയേഷൻസ്? റെറ നമുക്ക് ഓപ്ഷൻ ഇല്ല എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. നമുക്ക് റെറയിൽ നിന്ന് ഒഴിവായിട്ടുള്ളൊരു പിന്നെ ഇത് ലൈഫില്ല. കാരണം റെറ നിർബന്ധമായിട്ടും നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. റെറ രജിസ്റ്റർ ചെയ്യാതെ ഒരു പ്രൊജക്റ്റ്, വലിയ പ്രൊജക്റ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ നിയമങ്ങൾ നമ്മൾ അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും റെറക്കാറുണ്ടാക്കാറില്ല. റെറ ഇങ്ങോട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. നമ്മൾ എല്ലാം ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് പിന്നെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോവാം. നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ്, നമ്മൾ എന്തെങ്കിലും വീഴ്ച വരുത്തുമ്പോഴാണ്. ഇനി അല്ലെങ്കിൽ നമ്മളിപ്പം പിന്നെ റെറയുടെ വെബ്സൈറ്റിൽ ഓരോ മാസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ റെറ നമ്മളെ പിന്നെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിസ്റ്റം ഇല്ല റെറക്ക്. റെറ നോക്കുക എന്ന് വെച്ചാൽ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ. ആരെങ്കിലും പരാതിക്കാർ വരുമ്പോൾ അവർ ശ്രദ്ധിക്കും. പരാതി ഉണ്ടെങ്കിൽ അത് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒരിക്കൽ പിന്നെ ഞാൻ അനുഭവത്തിന് വേണ്ടി പറയാണ്. ഒരു തമിഴ് കസ്റ്റമറായിരുന്നു. അപ്പോൾ പൈസ മുഴുവൻ തരാതെ കൊണ്ട് ഞങ്ങൾ അയാളെ ബുക്കിംഗ് കട്ട് ചെയ്തു. തരുന്നില്ല, പല പ്രാവശ്യം ട്രൈ ചെയ്തു. ഒരു ചെറിയ എമൗണ്ട് വന്നിട്ട് അയാളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അയാളെ ടെർമിനേറ്റ് ചെയ്തപ്പോൾ അയാൾ റെറയിൽ പരാതിപ്പെട്ടു. അപ്പോൾ റെറയിൽ പരാതിപ്പെട്ടപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഫുൾ പൈസ കൊടുക്കേണ്ടി വരും, തിരിച്ചു കൊടുക്കേണ്ടി വരും, നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നലായിരുന്നു. പക്ഷേ റെറ ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങളെ പ്രതിനിധി അവിടെ പോയി ട്രിവാൻഡ്രത്ത് പോയി ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഇരുന്ന് ഫേസ് ടു ഫേസ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ പിന്നെ യോജിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനിൽ എത്താൻ പറഞ്ഞു. അങ്ങനെ എത്തി. അയാളോട് പറഞ്ഞു നിങ്ങൾ അടച്ച പൈസ മാത്രമേ കിട്ടുള്ളൂ, അതിൽ കൂടുതൽ അയാളെ വാദം എനിക്ക് മുഴുവൻ പൈസ വേണമെന്നാണ്. ഫോർ എക്സാമ്പിൾ അയാൾ 30 ലക്ഷത്തിനാണ് ബുക്ക് ചെയ്തെങ്കിൽ അയാൾക്ക് 30 ലക്ഷം വേണമെന്നായിരുന്നു അയാളെ വാദം. അയാൾ 10 ലക്ഷമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അയാൾ 10 ലക്ഷം തന്നിട്ടുള്ളൂ, അങ്ങനെയാണ് 30 ലക്ഷം കൊടുക്കുക. അപ്പോൾ റെറ ഞങ്ങളെ ഭാഗത്ത് നിന്നു. അവർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്. ഏതാണോ പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത് അത് മാത്രമേ കൊടുക്കണ്ടൂ. നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ അയാൾ പറഞ്ഞു ഇനി നഷ്ടം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പ്രൊജക്റ്റ് തീരുന്നവരെയും വെയിറ്റ് ചെയ്തിട്ട് തീർന്നതിന് ശേഷം പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തോ, ഞങ്ങൾ നോക്കാം. അതായത് ഇപ്പോൾ പ്രൊജക്റ്റ് തീരുന്നതിന് മുമ്പിൽ ഇടക്കുള്ള പീരീഡിൽ, ഇൻ്ററിം പീരീഡിൽ നഷ്ടപരിഹാരം കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ റെറ ആസ് ഇറ്റ് ഈസ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇതുപോലെ കംപ്ലൈൻറ്റും പരാതികളും വരുമ്പോൾ നമുക്കിതിൽ ഒരു എൻക്വയറി നടത്തും എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. നമ്മള് നല്ല സെഷനായിരുന്നു. ഇനിയിപ്പോ അതെ. വേറെ ആരും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? അല്ല, ഞാന് പിന്നെ രാമൻഖാനോട് ചോദിക്കുന്നത് വേറെ ഇതൊന്ന്. നമ്മളിപ്പോ ഇങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ നമ്മളിങ്ങനെ വളരുമ്പോ ജീവിതത്തില് പിന്നെ അതിനനുസരിച്ചൊരു സന്തോഷം കൂടി വരുന്നുണ്ടോ? പിന്നെ നമ്മുടെ ജീവിതത്തിൽ ലൈഫിലുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമുക്ക് കൂടുതൽ പിന്നെ ഫിനാൻഷ്യലി നല്ല സെറ്റപ്പോ ഇതൊക്കെ ആവുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിന് പിന്നെ ഇതുണ്ടോ? നമ്മളെ ഫെസിലിറ്റിയും സൗകര്യങ്ങളൊക്കെ കൂടുമ്പോൾ അതിനനുസരിച്ച് സന്തോഷം കൂടുമോ എന്നുള്ള ഒരു ഇതായിട്ടൊരു ചോദ്യമാണ്. ഈ ചോദ്യം മൊയ്തു മാഷക്ക് എന്നെക്കാളും ചിലപ്പോൾ അറിയായിരിക്കും. പിന്നെ നമ്മൾ ഈ സന്തോഷവും ദുഃഖവും ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മളെ മനസ്സിലല്ലേ കിടക്കുന്നത്. നമുക്ക് ഒരുപാട് പിന്നെ കാശും അതുപോലെ മറ്റു സൗകര്യങ്ങളും കൂടുമ്പോൾ സന്തോഷം ഉണ്ടാക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. നമ്മളൊരു സന്തോഷം ഉണ്ടാക്കാതെ, നമ്മളൊരു പൈസയും ചിലവാക്കാതെ വളരെ ഒരു ലുബ്ധനായിട്ട് പൈസ മുഴുവനും വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട്, ഇവിടെ പണ്ട് കാലത്തുള്ള പിന്നെ തേങ്ങാ പൈസക്കാരെ കൊണ്ടൊക്കെ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അവരൊരിക്കലും കടക്കാർക്ക് പൈസ കൊടുക്കില്ല എന്നുള്ളത്. അങ്ങനെ ഓരോ പ്രാവശ്യവും തേങ്ങ പറിക്കുമ്പോൾ ആ പൈസ മുഴുവനും അവർ വിറ്റിട്ട് വേറൊരു സ്ഥലം വാങ്ങിയിടും. അല്ലാതെ ഇവരെ പൈസ, ദീപാവലിൻ്റെ പൈസ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ അവിടെ കച്ചവട മേഖലയിലുണ്ടാകുമ്പോൾ സാധാരണ കേൾക്കുന്ന പരാതിയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രൂപത്തിൽ പിന്നെ ചിന്തിക്കുകയും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മൾ എന്തിനാ ഒരു പരിധി കഴിഞ്ഞാൽ കാശിൻ്റെ ആവശ്യം എന്താണ്?
കാശ് എന്ത് ചെയ്യാനാ? കാശ് കൊണ്ടൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കാശ് കിട്ടിയാൽ നമ്മൾ ഷെയർ ചെയ്തിട്ട് നല്ല ജീവിതം, നല്ല ഭക്ഷണം, നല്ല സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി അത് ജീവിതത്തിൽ അനുഭവിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ അത് പെട്ടി എന്താ പറയുക, മൂടി പുതച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ കെട്ടി പുതച്ച് വെച്ചിട്ട് നമ്മളൊന്നും ഉപയോഗിക്കാതെ അവസാനം ദരിദ്രനായിട്ട് മരിക്കേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ആരും പറഞ്ഞിട്ടുമില്ലല്ലോ. അപ്പം നമ്മൾ നമ്മളെ നിർബന്ധ സദക്കകളും സക്കാത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന സംഖ്യ നമ്മൾ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടിയിട്ടൊക്കെ ചിലവാക്കണം. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം തീർച്ചയായിട്ടും വളരെ വലുതായിരിക്കും. നമ്മൾ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുക. ഓക്കെ, അപ്പം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഏതാണ്ട് 1 മണിക്കൂറും 23 മിനിറ്റുമായി. വളരെ രസമുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നമ്മൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അടുത്ത ആഴ്ച നമ്മൾ വേറൊരു ഗസ്റ്റ് ആയിരിക്കും. വേറൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.